ഹലോ സർ കേൾക്കുന്നുണ്ട്, സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, പാർട്ടിസിപ്പന്റ് എല്ലാവരും തന്നെ നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. പാർട്ടിസിപ്പന്റ് എല്ലാവരും നിങ്ങളുടെ ക്യാമറ ഓൺ ആക്കി വെക്കുക. എവരിവൺ. സർ ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, അപ്പം റേഞ്ച് ഇഷ്യൂ ഉള്ളവര്, എക്സ്ക്യൂസ് ഉള്ളവര്, ദാറ്റ് ഈസ് ഫൈൻ. അപ്പാർട്ട് ഫ്രം എവരിവൺ, സ്വിച്ച് ഓൺ യുവർ ക്യാമറ. ഓക്കെ. ഹലോ സാർ, പ്രണവാണ്. ഓക്കെ പ്രണവ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറേ, എന്റെ ഫ്രണ്ടിലത്തെ ക്യാമറ പോയിരിക്കുക. That's fine. പ്രണവ് ലാസ്റ്റ് ടൈം കൂടി പ്രണവിന് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ ശരി. ഓക്കെ ശരി. അപ്പോൾ കൂടുതലായിട്ട് ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സിവിൽ സർവീസിനെ പറ്റി ഒത്തിരി സംശയങ്ങൾ ഒത്തിരി കുട്ടികൾക്കുണ്ട്. നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് IASന്റെ PCM ബാച്ച്, PCM എന്ന് പറഞ്ഞാൽ പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ച് 2025 ആദ്യത്തെ ബാച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു അഗ്രസീവ് ലേണിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പറയുന്ന കോണ്ടന്റ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ് സ്ഥിരമായിട്ട് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഒരു ഡിസിപ്ലിനറി മെക്കാനിസം ഇതിന് വളരെയധികം ആവശ്യമാണ്. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. ദെൻ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് മെത്തേഡിൽ തന്നെ ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പോ ആസ്പിരൻസ് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുന്നത്. അടുത്ത ക്ലാസ് സുന്ദരൻ ഗണേശ് സാറിന്റെയാണ്. അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ ഡേ ആഫ്റ്റർ ടുമാറോ ആണ്. അപ്പൊ സുന്ദരം സാറ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കാം, എങ്ങനെ NCERT നോട്ട് എഴുതാം, അതുപോലുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ക്ലാസ്സിലോട്ട് പോവുകയാണ്, 1 by 1 ആയിട്ട് ക്ലാസ്സിലോട്ട് പോവുകയാണ്. നമ്മൾ കണ്ടന്റ് പഠിക്കുകയാണ്. ഓക്കെ, ഈ പഠിക്കുന്ന കണ്ടന്റ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അതിന്റെ നോട്ട് പ്രിപ്പയർ എല്ലാം ചെയ്യണം. ഇതിൽ പറയുന്ന എക്സസൈസുകൾ എല്ലാം തന്നെ നിങ്ങൾ പാലിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. എക്സാം ഒന്നുപോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടാണ് ഓരോ സെഷനും മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എക്സാം പോലും സ്കിപ്പ് ചെയ്യാണ്ട് മുന്നോട്ട് പോകണം. ഇപ്പൊ സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷൻ എന്ന് കുറച്ച് പേര് പറയും. കുറച്ച് പേര് അല്ല, വേൾഡിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും. സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം 3 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള ഒരു യോഗ്യത നേടാം. അതിലൊന്നെന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. 2, 21 വയസ്സായിരിക്കണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ. ഇത് രണ്ടും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് UGC അപ്രൂവ് ചെയ്യുന്ന ഒരു ഡിഗ്രി നേടിയെടുക്കുക. UGC അപ്രൂവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി നേടിയെടുക്കാം. അത് 18 വയസ്സ് പൂർത്തിയായവർക്ക് വേണ്ടിയിട്ട് 6 മാസം കൊണ്ട് കൊടുക്കുന്ന ഡിഗ്രി ആയാലും കുഴപ്പമില്ല. UGC അപ്രൂവ് ചെയ്യുന്ന ഒരു ഡിഗ്രി നേടിയെടുത്തു കഴിഞ്ഞാൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ ഇഗ്നോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ അതല്ല ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയോ എനി കൈൻഡ് ഓഫ് ഡിഗ്രി ഈസ് ഓക്കെ. അപ്പോൾ അത്രയും എളുപ്പമാണ്, ഒരു പെർസെന്റേജ് ഓഫ് മാർക്ക് എന്ന് പറയുന്നില്ല, അത്രയും എളുപ്പമാണ് സിവിൽ സർവീസ് പരീക്ഷയിലേക്കുള്ള യോഗ്യത നേടാൻ, പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടാനായിട്ട്. അവിടെ ആർക്കും നമുക്ക് നമ്മുടെ ഒരു അംഗം കുറിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമിലൊക്കെയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, എല്ലാവരും ചിന്തിക്കുന്നത് 6 ലക്ഷത്തോളം പേര് പരീക്ഷ എഴുതും. അതിൽ ഔട്ട്കമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഫൈനൽ ലിസ്റ്റിൽ വരുന്നത് ഏകദേശം 1000-ഓളം പേരായിരിക്കും. 1100 വേക്കൻസിയാണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത്. അപ്പൊ 6 ലക്ഷത്തിൽ നിന്ന് 1000 ആകുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ പെട്ടുപോകുന്നത് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും വരും. അപ്പൊ അത് തെറ്റാണ്. 6 ലക്ഷം പേരല്ല, ശരിക്കും 10 ലക്ഷത്തിന് മുകളിൽ ആസ്പിരൻസ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. പ്രിലിംസ് പരീക്ഷ അപ്ലൈ ചെയ്ത് എഴുതുന്നവരുടെ എണ്ണമാണ് 6 ലക്ഷം എന്ന് പറയുന്നത്. ഓക്കെ,
ഈ 6 ലക്ഷം പേരും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 50 അല്ലെങ്കിൽ 60,000 പേര് മാത്രമാണ് ഓരോ വർഷം ഇന്ത്യയിൽ സിവിൽ സർവീസിന് കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സീരിയസ് ആസ്പിരന്റ്. അതായത് നിങ്ങൾ ഒരു ബുക്ക് വാങ്ങി പഠിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരു സീരിയസ് ആസ്പിരന്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാര്യം നിങ്ങൾ സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നു, നിങ്ങൾ സ്ഥിരമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുന്നു, റൈറ്റിംഗ് നിങ്ങൾ ചെയ്യുന്നു, നോട്ട്സ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, നിങ്ങളുടെ അധ്യാപകരുമായിട്ടുള്ള മെന്റേഴ്സുമായിട്ട് സ്ഥിരമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ രീതിയിൽ കൺസിസ്റ്റന്റോട് കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഒരു സീരിയസ് ആസ്പിരന്റ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 50-60,000 പേര് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഈ 6 ലക്ഷം പേരും ടോട്ടലായിട്ട് നമുക്ക് പ്രിലിംസ് എഴുതും. ഇതിൽ നിന്ന് ക്വാളിഫൈ ആവുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 12,000-ഓളം പേരാണ് ക്വാളിഫൈ ആവുന്നത്. അത് ചിലപ്പോൾ 10,000 ആവാം, ചിലപ്പോൾ 15,000 ആവാം. ഏകദേശം ഒരു 12,000-ഓളം പേരാണ് മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് ക്വാളിഫൈ ആവുന്നത്. ഈ മെയിൻസ് പരീക്ഷ എഴുതാൻ ക്വാളിഫൈ ആവുന്നത് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആസ്പിരൻസിന്റെ ഒരു എന്താണ് 5-1 ആൾക്കാര് പ്രിലിംസിൽ നിന്ന് മെയിൻസിലേക്കുള്ള ഫിൽറ്ററിങ് നേടിയെടുക്കുന്നു എന്ന് പറയാം. അപ്പൊ നമ്മൾ കാണുന്ന 5 സീരിയസ് ആസ്പിരന്റിൽ ഒരാൾ മെയിൻസ് എഴുതാനുള്ള യോഗ്യത നേടിയെടുക്കുന്നു. ദാറ്റ് ഈസ് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങളായി. ഇനി അടുത്ത് മെയിൻസിൽ നിന്നും ഇന്റർവ്യൂവിന്റെ ഒരു പ്രോസസ്സിലോട്ട് പോകുമ്പോൾ ഇവിടെ ഏകദേശം 3000-ഓളം പേരെ ഇന്റർവ്യൂവിന് വിളിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 3000-ഓളം പേരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതുകൊണ്ട് തന്നെ ഈ മെയിൻസ് എഴുതുന്നതിൽ 4-ൽ ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കും. 4-ൽ ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കും. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ 3-ൽ ഒരാൾ, അതായത് 3000 പേരുണ്ട്, ഏകദേശം 1000-ഓളം പേര് സെലക്ട് ആവും. 1200 വേക്കൻസീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. 3-ൽ ഒരാള് സെലക്ട് ആവും. ഇതാണ് ഒരു പ്രോസസ്സ്. 5-ൽ 1, 4-ൽ 1, 3-ൽ 1 എന്നുള്ള രീതിയിൽ ചുരുങ്ങി വരും. ഇത് കേരളത്തിൽ നിന്നുള്ള ആസ്പിരൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഒരു 4-5 പ്രോബ്ലംസ് സാധാരണ നമ്മുടെ ആസ്പിരൻസിനുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷനിലോട്ട് പൂർണ്ണമായിട്ട് വരാനായിട്ട്. ബേസിക്കലി സ്പീക്കിംഗ്, കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ നാട്ടിലുള്ള ആസ്പിരൻസിന് കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ ഇത് പലരും അംഗീകരിച്ച് തരുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കോൺഫിഡൻസിന് വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് ആരും അംഗീകരിച്ച് തരത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, KS പരീക്ഷ എഴുതാൻ വേണ്ടി ഏകദേശം 6 ലക്ഷത്തോളം പേര് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. KS പരീക്ഷയ്ക്ക് KSന്റെ പ്രിലിംസ് അറ്റൻഡ് ചെയ്തവരുടെ എണ്ണമാണ് 6 ലക്ഷം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2023-ലെ പ്രിലിംസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് UPSCയുടെ പരീക്ഷയ്ക്ക് പ്രിലിംസ് അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം 30,000 പേരാണ്. അതായത് 95% പേര്, KS പരീക്ഷ എഴുതിയ 95% പേര് സിവിൽ സർവീസിന്റെ പരീക്ഷ എഴുതിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് UPSCയും KSയും കമ്പയർ ചെയ്യുമ്പോൾ ആൾമോസ്റ്റ് സെയിം സിലബസ് ആണ്, ആൾമോസ്റ്റ് സെയിം യോഗ്യത ഡിഗ്രി തന്നെയാണ് വേണ്ടത്. പിന്നെ കേരളയുടെ പോർഷൻ എക്സ്ട്രാ KSൽ പഠിക്കണം, എത്തിക്സും ഓപ്ഷനും അഡീഷണൽ ആയിട്ട് നമുക്ക് UPSCയിൽ പഠിക്കണം. നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. പ്രിലിംസ്, മെയിൻസ്, CSATന്റെ കണ്ടന്റ് ഒക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. ഇതിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ സിലബസ് 90% സിമിലർ ആയിട്ട് പോലും KSന് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയുന്ന 6 ലക്ഷം പേര് ഈ 30,000 എന്ന് പറയുന്ന ഒരു കൗണ്ടിലേക്ക് താഴ്ന്നു പോയി. അതായത് 95% ആൾക്കാർ സ്കിപ്പ് ആയി പോയി. ഇത് ഒരു റീസൺ. ഓക്കെ, ഈ രണ്ടാമത്തെ കാര്യം, ഒരു പ്രവണത കാണുന്ന വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നത്, ആദ്യം പോയി പരീക്ഷ അങ്ങ് അപ്ലൈ ചെയ്യും, എക്സാമിന് അങ്ങ് അപ്ലൈ ചെയ്യും, എന്നിട്ട് നേരെ പോയി പ്രിലിംസ് പരീക്ഷ എഴുതും. എന്നിട്ട് ഇത് എനിക്ക് പറ്റുന്നതാണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം പ്രിപ്പറേഷന് പോകാം അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോകാം എന്നുള്ളൊരു ഐഡിയ. അപ്പൊ ഇതും തെറ്റായിട്ടുള്ളൊരു മാർഗമാണ്. കാര്യം നിങ്ങൾ അവിടെ കളയുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 6 ചാൻസ് ജനറൽ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 6 ചാൻസിൽ 1 എണ്ണം അല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷെ ഈച്ച് ആൻഡ് എവറി ചാൻസ് ഈസ് വെരി വെരി പ്രഷ്യസ്. കാര്യം ഫസ്റ്റ് ചാൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ്, കൂടിപ്പോയാൽ തേർഡ് ചാൻസ്. അതിനപ്പുറം സിവിൽ സർവീസിനകത്തോട്ട് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. കാര്യം ഓരോ വർഷവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ, എല്ലാ വർഷവും ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വരും. വിച്ച് മീൻസ് ഇപ്പൊ 2024 2024 ഫെബ്രുവരി നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് പറയുന്നത് മെയ് 26-ാം തീയതി പ്രിലിംസ് പരീക്ഷ നടക്കാനാണ്. അതുപോലെ സെപ്റ്റംബർ 16, 17 ആകുമ്പോൾ മെയിൻസ് പരീക്ഷ നടക്കും. അതുപോലെ തന്നെ 2025 സ്റ്റാർട്ടിങ് ആകുമ്പോൾ ഇതിന്റെ റിസൾട്ട് വരും, അല്ലെങ്കിൽ ഡിസംബർ എൻഡ് അല്ലെങ്കിൽ ജാനുവരിയോട് റിസൾട്ട് വരും. 2025 ഫെബ്രുവരി എൻഡ് മുതലൊക്കെ ഇതിന്റെ ഇന്റർവ്യൂ പ്രോസസ് ഏകദേശം ഏപ്രിൽ വരെ പോവുകയും 2025 ഏപ്രിലില് ഇതിന്റെ റിസൾട്ട് വരികയും ചെയ്യും. 1.5 വർഷം നീളുന്ന ഒരു പ്രോസസ്സാണ്. 32 മണിക്കൂറാണ് നമ്മൾ എക്സാമിന് വേണ്ടി മാത്രം ചെലവഴിക്കേണ്ട സമയം. 32 മണിക്കൂർ നമ്മൾ എക്സാം ഹാളിൽ ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് ഇന്റർവ്യൂ. ഇതാണ് ഇതിന്റെ ഒരു മെത്തേഡ്. അപ്പോൾ
ഈ ഒരു മെത്തേഡിലൂടെ കടന്നു പോകേണ്ട ഒരാള് എനിക്ക് ഈ എക്സാം പറ്റുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, സിലബസ് നോക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ നമുക്ക് കാര്യം പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, സിലബസ് നോക്കുക. ഈ സിലബസ് എവിടെ കിട്ടുമെന്നൊക്കെ നമ്മുടെ സെഷന്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഈ കോൺഫിഡൻസ് ബിൽഡിംഗ് ഇറ്റ്സ് ടു മച്ച് ഇമ്പോർട്ടന്റ്. കാര്യം ഇപ്പൊ കേരളവും ബീഹാറും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും സ്റ്റുഡൻസിന്റെ പറയുന്ന ഒരു കാര്യമാണ്. കേരളവും ബീഹാറും കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം പോസിറ്റീവ് സൈഡ് കേരളത്തിനുണ്ട്. ഇപ്പൊ ബീഹാർ നോക്കണമെങ്കിൽ നമ്പർ ഓഫ് ആസ്പിറൻസ് എന്താണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ജനസംഖ്യ ഉള്ളതുകൊണ്ടുണ്ട്, പക്ഷെ ആനുപാതികമായിട്ട് കുറവാണ്. കേരളത്തെ സംബന്ധിച്ചിടത്ത് ആനുപാതികമായിട്ട് കുറവാണ്, പെർസെന്റേജ് വൈസ് കുറവാണ്. ഗ്രാജുവേറ്റ്സിന്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറവാണ്. ലിറ്ററസി റേറ്റ് കുറവാണ്. സ്ത്രീ പുരുഷ അനുപാതം കുറവാണ്. എക്കണോമിക് ഡെവലപ്മെന്റ് കമ്പാരിറ്റീവ്ലി കേരള സർവീസ് സെക്ടർ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തെ കമ്പയർ ചെയ്തത് കുറവാണ്. ഏറ്റവും നല്ല ഒരു റീജിയനിലാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ വിളിക്കാൻ തന്നെ കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് മറ്റ് സാഹചര്യങ്ങൾ ചേർത്താണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഇപ്പൊ ബീഹാർ പോലെ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലുള്ള ആസ്പിരന്റിന്റെ ഒരു ഗുണം നമ്മൾ കാണിക്കാറില്ല. കാര്യം കഴിഞ്ഞ ഒരു 15 വർഷത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആസ്പിരൻസിന്റെ എണ്ണം 3 മടങ്ങ് കൂടുകയും, 3 മടങ്ങ് എന്ന് പറയുമ്പോൾ അത് 2010 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 ആസ്പിരൻസിൽ നിന്ന് ഇപ്പൊ 30,000 എന്ന് പറയുന്ന ഒരു കൗണ്ടിലേക്ക് വന്നു നിൽക്കുന്നു. അറ്റ് ദ സെയിം ഡേ കേരളത്തിൽ നിന്ന് 6 മുതൽ 8 വരെ അക്കാഡമീസ് ഉണ്ടായ സ്ഥാനത്ത് കേരളത്തിൽ മൊത്തം 200-നും 300-നും ഇടയ്ക്ക് സിവിൽ സർവീസ് അക്കാഡമീസ് ഉണ്ട്. അപ്പൊ ആസ്പിരൻസിന്റെ എണ്ണം കൂടി, പഠിപ്പിക്കുന്ന അക്കാഡമികളുടെ എണ്ണം കൂടി, പക്ഷെ ഔട്ട്കം എന്ന് പറയുന്നത് ഏകദേശം 30 മുതൽ 40 വരെ ആൾക്കാർ മാത്രം കഴിഞ്ഞ 15 വർഷമായിട്ട് സിവിൽ സർവീസിൽ കേരളത്തിൽ നിന്ന് വരുന്നത്. വേറെ വെച്ച് ബീഹാറിൽ നിന്നവരുടെ എണ്ണം 100-ൽ കൂടുതലാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികളുടെ എണ്ണം 100-ൽ കൂടുതലാണ്. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മാത്രമാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. നീറ്റ് എക്സാം നോക്ക്, സൗത്ത് ഇന്ത്യ സ്കോറിംഗ് മോർ. ഓക്കെ, മറ്റു പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ സ്കോറിംഗ് മോർ, അല്ലെങ്കിൽ കേരള സ്കോറിംഗ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള തലത്തിൽ തന്നെ നിൽക്കുന്നത്. പക്ഷെ സിവിൽ സർവീസിന്റെ കാര്യത്തിൽ വരുമ്പോൾ അവിടെ ലാക്ക് ഓഫ് അവയർനെസിന്റെ ഒരു പ്രോബ്ലം വലുതായിട്ട് നമ്മുടെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കുക. ഇയർ ലോങ് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, നിങ്ങളുടെ ചുറ്റും കാണുന്ന സോഷ്യൽ ഇഷ്യൂസ് ഇതെല്ലാം നിങ്ങളെ ബാധിക്കും. പക്ഷെ നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് യാതൊരു രീതിയിലും ബാധിക്കാൻ പാടില്ല. ദാറ്റ് ഇസ് വൺ തിങ്. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് സുന്ദരൻ ഗണേഷ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ, സ്ക്രീൻ ടൈം, നിങ്ങളുടെ എന്താണ് ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കുന്ന, ട്രിപ്പ് പോകുന്നത്, പിന്നെ അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ മാരേജ്, എല്ലാം തന്നെ നിങ്ങളൊന്ന് ഒഴിവാക്കിയിട്ട് പ്രിപ്പറേഷൻ ആദ്യം എന്നുള്ള രീതിയിൽ, പ്രിപ്പറേഷൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കൺസെപ്റ്റ് എടുത്ത് തന്നെ നിങ്ങളത് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാക്രിഫൈസ് ഇസ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് തിങ്, കൺസിസ്റ്റൻസി. അതായത് ഒരു ഉദ്യോഗാർത്ഥി ഒരു ദിവസം 4 മണിക്കൂറും ഒരു ദിവസം 2 മണിക്കൂറും അടുത്ത ദിവസം പഠിക്കാതിരിക്കും, അതിന്റെ അടുത്ത വർഷം ആവേശം കൂടിയിട്ട് 10 മണിക്കൂറും പഠിക്കുന്ന ഒരു മെത്തേഡ് പാടില്ല. ഇഫ് യു ആർ സ്പെൻഡിങ് 4 hours or 5 hours എ ഡേ, നിങ്ങളുടെ പ്രിപ്പറേഷൻ മുഴുവൻ ഏകദേശം ഇതേ സമയ പരിധി തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇവിടെ വലിയൊരു കീ റോളാണ്. നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് 4 മുതൽ 5 മണിക്കൂറൊക്കെ പഠിച്ചാൽ മതിയാവും. എന്നാൽ പഠിക്കുക എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് മേക്കിങ്ങോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. നിങ്ങളുടെ കോർ റീഡിങ് ഒരു 4 hours എങ്കിലും വരുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മാറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ലേണിംഗ് ഗോൾസ് സ്റ്റെപ്പ് വൈസിന്റെ ഭാഗത്ത് ഞങ്ങൾ തരും. ആ ലേണിംഗ് ഗോൾസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. കുറച്ച് ടഫ്നെസ്സോട് കൂടിയായിരിക്കും ഞങ്ങളുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അധ്യാപകരെന്ന് മെന്ററിന്ന് നല്ല രീതിയിൽ നിങ്ങൾ കുറച്ചധികം ഹാർഷായിട്ട് തന്നെയുള്ള പെരുമാറ്റം കിട്ടും. നിങ്ങളുടെ ഒരു വിജയം അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു കോഴ്സിനും ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് വരുന്ന വർഷങ്ങളിൽ ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കോഴ്സിൽ കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. ആര് തന്നെ ആയാലും ഒരു രീതിയിലും നിങ്ങളെ യാതൊരു രീതിയിലും ഉഴപ്പാനായിട്ട് സമ്മതിക്കുന്ന ഒരു പ്രോബ്ലം ഇവിടെ വരുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സമയം അലൊക്കേഷൻ എത്രയാണോ അത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കൂടുതൽ ഫാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പരീക്ഷ അല്ല, അനാലിസിസ് കൂടുതലായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. എസ്പെഷ്യലി നമ്മുടെ പ്രിലിംസിനും അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയ്ക്കും ഒക്കെ അനാലിറ്റിക്കൽ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും നമുക്ക് അനാലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. നമ്മുടെ ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാവാം. അത് ഇന്റർവ്യൂ എന്നല്ല പറയുന്നത്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി അളക്കുന്ന ഒരു മുഖാമുഖം ഉള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്.
പിന്നെ കേരളത്തിൽ ഉള്ള കുട്ടികളുടെ പരാജയത്തിന് പ്രമുഖമായിട്ടുള്ള ഒരു കാരണം, 2 കാരണങ്ങളുണ്ട്. ഒന്ന് മെറ്റീരിയൽ ഓവർലോഡിങ്. മിനിമം മെറ്റീരിയൽ മാക്സിമം തവണ റിവൈസ് ചെയ്ത് അതിൽ നിന്ന് തന്നെ കൂടുതൽ ഔട്ട്കം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ 10 ബുക്ക് ഒരു സബ്ജക്റ്റിൽ റെഫർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് 1 അല്ലെങ്കിൽ 2 ബുക്ക് മാത്രം 10 തവണ റെഫർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ട് വരുന്നത്. കാര്യം ഒരു ബുക്കും ഒരു 40% മുകളിൽ കണ്ടന്റ് നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങൾക്ക് തരാത്ത ഒരു കണ്ടന്റ് നിങ്ങൾ മറ്റു ബുക്കിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ നോട്ടിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ബുക്ക് കളഞ്ഞിട്ട് ആ ബുക്കിന്റെ പുറകെ പോകുക എന്നുള്ളൊരു കാര്യമല്ല. വിജയിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ടോപ്പ് 10 റാങ്ക് ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ 10 പേർക്കും ചിലപ്പോൾ 10 മെറ്റീരിയലായിരിക്കും അവർ റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 10 കൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കരുത്. എപ്പോഴും ലിമിറ്റഡ് മെറ്റീരിയൽ, മാക്സിമം റിവിഷൻ, അതിന് മാക്സിമം ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ക്വസ്റ്റ്യൻ അനാലിസിസ് തരുന്നതും അതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ തരുന്നതും എക്സാമായിട്ട് നടത്തുന്നതും എല്ലാം തന്നെ നിങ്ങളുടെ റിസോഴ്സ് ആയിട്ട് ശേഖരിച്ച് വെച്ചുകൊണ്ട് പഠിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള കണ്ടന്റിലോട്ട് പോവാം. പ്രിലിംസിന് വേണ്ടി ആദ്യം പഠിക്കുക. പ്രിലിംസ് വിജയിച്ച ശേഷം മെയിൻസിന് വേണ്ടി പഠിക്കുക. അത് വിജയിച്ച ശേഷം ഇന്റർവ്യൂവിന് വേണ്ടി പഠിക്കുക. ഈ ഒരു പ്രോസസ്സ് തെറ്റാണ്. ഇന്റഗ്രേറ്റഡ് സ്റ്റഡിയാണ് വേണ്ടത്. പ്രിലിംസും മെയിൻസും ഒരുമിച്ച് പഠിക്കുക, ഒപ്പം തന്നെ ഇന്റർവ്യൂവിന് വേണ്ടി കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്ട് ആണ്. കാര്യം ഒരു രാത്രി ഉറക്കം എണീച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ സിവിൽ സർവീസിന്റെ മെയിൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗത്ത് നിന്ന് നേടിയെടുക്കത്തില്ല. അപ്പോൾ അത് വളരെ കഷ്ടപ്പെട്ട് സ്ട്രൈവ് ചെയ്ത് തന്നെ നിങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ഇന്നലെ ഉള്ള ഇന്നത്തെ നിങ്ങളെ തോപ്പിക്കണം. അതായത് എക്സാമ്പിൾ ഇപ്പോൾ ഒരു അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് 10 പേജ് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നാളെ അത് 11 ആക്കാനായിട്ട് ശ്രമിക്കുക, നാളെ അത് 12 ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പെട്ടെന്ന് നടക്കത്തില്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അയാളുടെ റീഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആദ്യം ടൈം വെച്ച് വേണമെങ്കിൽ പഠിക്കാം. ഇതുപോലെയൊക്കെ ട്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ UPSC. ഇതിനു മുമ്പായിട്ട് നമ്മുടെ ആസ്പിറൻസിനോട് എല്ലാം ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓപ്പൺ സെഷൻ. ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. എവരും ഓപ്പൺ ഗൈസ്. അജ്വ, ആരതി, അർപ്പിത, അശ്വിനി, ഹന, ജിനി, മേഘ, പൂജ, നത്തിങ് ആരോന്നറിയില്ല, പ്രണവ്, രാജലക്ഷ്മി. ആർക്കും സംശയമില്ലേ? അതെ, എന്നെ കേൾക്കാൻ പറ്റുന്നില്ലേ ഗൈസ്? എനിവൺ? കേൾക്കുന്നുണ്ട്. സംശയങ്ങളില്ല, കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ക്ലാസ്സിന്റെ 7 to 9 ആണോ? 7 എപ്പോഴും നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അത് 7 to 9 ആണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. എന്നാൽ ചില ക്ലാസ്സുകൾ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് പോകാറുണ്ട്. ചിലപ്പോൾ 9:30 വരെയൊക്കെ പോകും. നമ്മുടെ ഒരു ക്ലാസ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും ക്ലാസ്സിന്റെ ടൈം നമ്മൾ പറയുന്നത്. സ്റ്റാർട്ടിംഗ് ഉള്ള വീക്കുകളിൽ നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 സെഷൻ ഉണ്ടാവത്തുള്ളൂ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനിരിക്കുന്ന എല്ലാ ആസ്പിറൻസിനും ഇന്ന് തന്നെ ഷെഡ്യൂൾ അയച്ചു തരാം. 1 മാസം ഷെഡ്യൂൾ നിങ്ങൾക്ക് ആൾറെഡി നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലാണ് ക്ലാസ്, ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാം? ഓക്കെ സാർ, ക്ലാസ് തുടങ്ങിയോണ്ട് തന്നെ നമ്മൾ എക്സാം എഴുതേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. നിങ്ങൾ ആദ്യം മുതൽ തന്നെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം നിങ്ങൾ ഏത് അക്കാഡമിയിലാണ് പഠിക്കുന്നത്, ഏത് മെറ്റീരിയലാണ് റെഫർ ചെയ്യുന്നത്, നിങ്ങൾ ഏത് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, ഇതൊന്നും ഒരു മാറ്റർ അല്ല. എൻഡ് ഓഫ് ദ ഡേ പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾ OMR മാർക്ക് ചെയ്യുന്ന ശരി ഉത്തരങ്ങളെ ആസ്പദമാക്കിയിരിക്കും നിങ്ങൾ പ്രിലിംസ് കടന്നു പോകണോ വേണ്ടെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ലൈക്ക് വൈസ് മെയിൻസിന് നിങ്ങൾ കൊടുക്കുന്ന ആൻസേഴ്സിന്റെ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾ മെയിൻസ് പാസ്സാവണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് മുതൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുന്ന ഷെഡ്യൂൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് തരും. ഒപ്പം തന്നെ സിലബസ് ഇന്ന് തന്നെ തരും. സിലബസിന്റെ ഒരു ബൈഫോർക്കേഷൻ തരും. അപ്പൊ സിലബസ് സാധാരണ UPSC കൊടുക്കുന്ന സിലബസ് വെച്ചാൽ 7 ബുള്ളറ്റ് ലൈനിലാണുള്ളത്. 7 ബുള്ളറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അത് ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്ക് ആ സെഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്കത് കാണാൻ പരിചയപ്പെടാം. പെട്ടെന്ന് എടുത്തിട്ട് കണ്ടില്ല. ഓക്കെ, 7 ബുള്ളറ്റ് ലൈനിൽ മാത്രം പറഞ്ഞു പോകുന്ന ഒരു സിലബസ് ആണ് UPSCയുടെ. എന്നാൽ അത് കുറച്ചൊരു ബൈഫോർക്കേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഓക്കെ വിജയനഗരം എവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറിനകത്ത് ഞാൻ ആർക്കിടെക്ചറിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ബേസിക് ആയിട്ട് പഠിക്കുന്ന ബുക്സിന്റെ കാര്യം പറഞ്ഞുതരും. കുറച്ച് ബുക്സ് ഞങ്ങൾ തരും. പിന്നെ അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ NCERT കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ഹാർഡ് കോപ്പീസും അയച്ചു തരും. ഇതെല്ലാം പഠിക്കേണ്ടത് തന്നെയാണ്. ഇതിന് കൂടെ ഒരു കാര്യം കൂടെ കോട്ടിട്ട് പറയാണ്,
ചില അക്കാഡമികളെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു പ്രവണത നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ മെറ്റീരിയൽ മാത്രം പഠിക്കാൻ നിങ്ങൾ വിജയിക്കും എന്ന് പറയും. ഈ ഒരു സംഭവം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. കാര്യം ആരുടെയും അപ്പന്റെ അമ്മയുടെ വകയല്ല UPSC. ഒരു അക്കാഡമിക്ക് പോലും ബയസ്ഡ് ആയിട്ട് UPSC പെരുമാറത്തുമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് തുടങ്ങുക. NCERT ബുക്കുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഗവൺമെന്റ് ഡോക്യുമെന്റ് ആണ്. അതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 100% ട്രസ്റ്റ് ചെയ്യാം. ഇപ്പൊ NCERT പറയുന്നത് ബുദ്ധൻ ജനിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ യു ട്രസ്റ്റ് ദാറ്റ്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. NCERT എന്തെങ്കിലും പറയണത് വിശ്വസിക്കുക. ഗവൺമെന്റ് ഡോക്യുമെന്റ് ഒരു കാര്യം പറഞ്ഞാൽ അതാണ് കറക്റ്റ്. ഗസറ്റ് എല്ലാവർക്കും ആക്സസിബിൾ ആണ്, ക്വസ്റ്റ്യൻ വരും. ബഡ്ജറ്റ് എക്കണോമിക് സർവേ എല്ലാവർക്കും ആക്സസിബിൾ ആണ്, ക്വസ്റ്റ്യൻ വരും. യോജന കുരുക്ഷേത്ര എല്ലാവർക്കും ആക്സസിബിൾ ആണ്, ക്വസ്റ്റ്യൻ വരും. ന്യൂസ് പേപ്പർ എല്ലാവർക്കും ആക്സസിബിൾ ആണ്, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനും വരും, ക്വസ്റ്റ്യന് ട്രിഗേർഡ് ആയിട്ടും വരും. ഓക്കെ, അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് നോട്ട്സും അയച്ചു തരും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഫെബ്രുവരി 1-ാം തീയതി മുതലുള്ള കറണ്ട് അഫേഴ്സ് അയച്ചു തരും. ഏകദേശം 14-15 1 മുതൽ 10-ാം തീയതി വരെയുള്ള കണ്ടന്റിൽ നിന്ന് ഞങ്ങൾ ക്വസ്റ്റ്യൻ തന്ന് നിങ്ങളെ ഫസ്റ്റ് എക്സാം എഴുതിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ് പോകുന്നത്. കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് ഫസ്റ്റ് ചാൻസിൽ എടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസിൽ നിങ്ങൾ സിവിൽ സർവീസിൽ എത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ കൂടെ കട്ടക്ക് പിടിക്കുക. തെറി വിളിച്ചിട്ടായാലും ഞങ്ങൾ കൂടെ കൂട്ടം. അപ്പോൾ ഒപ്പം പിടിച്ചു പോകുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ആ സ്പിരിറ്റ് അതുപോലെ നിലനിർത്തുക. കാരണം ഈ സ്പിരിറ്റ് നമ്മളെ കുറച്ച് നാള് അച്ഛനമ്മ മോട്ടിവേറ്റ് ചെയ്യും, പാരന്റ്സ് മോട്ടിവേറ്റ് ചെയ്യും, മറ്റു ടീച്ചേഴ്സ് മോട്ടിവേറ്റ് ചെയ്യും, മെന്റേഴ്സ് മോട്ടിവേറ്റ് ചെയ്യും. 365 ദിവസം മോട്ടിവേറ്റ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യം വന്നാൽ മെന്റേഴ്സിനോട് തുറന്നു പറയുക, ടീച്ചേഴ്സിന് തുറന്നു പറയുക. ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ മെന്റേഴ്സും നിങ്ങളുടെ കട്ടക്ക് നിൽക്കും. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്കം വരുന്നത് വരയ്ക്കും ഒരു ഹാർഷ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ UPSC പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, UPSC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് സിവിൽ സർവീസിന്റെ പരീക്ഷ നടത്തുന്നത് മാത്രമല്ല, പ്രൊമോഷൻ, ഡെപ്യൂട്ടേഷൻ പോലുള്ള കാര്യങ്ങളും, റിക്രൂട്ട്മെന്റ് റൂൾ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളും, ഡിസിപ്ലിനറി കേസസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ UPSCയുടെ കാര്യമാണ്, ഒരു മാറ്റർ ആണ്. UPSCയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 320-നകത്താണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 320 ആർട്ടിക്കിൾ 320-നകത്താണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടന അനുച്ഛേദം 320 പ്രകാരമാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു 32 മണിക്കൂറാണ് നമ്മുടെ എക്സാം പ്രോസസ്. അതൊന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. പ്രിലിംസിന് 2 പരീക്ഷ, 2 മണിക്കൂർ വെച്ച് മൊത്തം 4 മണിക്കൂർ നമ്മൾ പ്രിലിംസിന് സ്പെൻഡ് ആക്കണം. മെയിൻസിന് 9 പരീക്ഷ, 3 മണിക്കൂർ, അങ്ങനെ മൊത്തം 27 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ആക്കണം. ഇന്റർവ്യൂ 40 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ഇന്റർവ്യൂ പ്രോസസ് പോകാറുണ്ട്. കൗണ്ട് ഇറ്റ് ആസ് 1 അവർ. അങ്ങനെ 27, 4, 1 എല്ലാം കൂടെ ചേർക്കാം 32 മണിക്കൂർ എക്സാം പ്രോസസ്സ് നിങ്ങൾ 1.5 വർഷത്തിൽ ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1.5 വർഷത്തെ 32 മണിക്കൂർ എക്സാം പ്രോസസ്സ് മാത്രം, 24 അവേഴ്സിന് മുകളിൽ എക്സാം പ്രോസസ്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊന്നും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ എക്സാമിന് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺ 21 വയസ്സ്, 1 ഡിഗ്രി, ഇത്രയും മതി, തുടങ്ങാം. പക്ഷെ മൊമെന്റ് യു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ യു നീഡ് ടു ബി ആക്ട് ലൈക്ക് ആൻ ഓഫീസർ. അല്ലാതെ നിങ്ങൾ സിവിൽ സർവീസ് പാസ്സായ ഉടനെ ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്ന ഒരു സംഭവം അല്ല. ഓക്കെ, ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് സർവീസസ് ആണ്. ഇതിൽ ഓൾ ഇന്ത്യ സർവീസ്, നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 2 എണ്ണമാണ് ഓൾ ഇന്ത്യ സർവീസ് ഉള്ളത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും, 2 ഓൾ ഇന്ത്യ സർവീസ്. ഓക്കെ, ഒരു ഓൾ ഇന്ത്യ സർവീസ് കൂടെ ഉണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെയും സിവിൽ സർവീസ് എക്സാമിനേഷന്റെയും പ്രിലിംസ് പരീക്ഷ ഒന്നാണ്, സെയിം പ്രിലിംസ്. പക്ഷെ ഉദാഹരണം, നമ്മുടെ സിവിൽ സർവീസിന്റെ കട്ട് ഓഫ് ഒരു 90 ആയിരിക്കുമ്പോൾ നമ്മുടെ IFOSന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 110, 120 ഒക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് IFOS എഴുതിയെടുക്കുന്ന ആൾക്കാർക്ക് പ്രിലിംസിന് കൂടുതൽ കട്ട് ഓഫ് അഭിമുഖീകരിക്കേണ്ടി വരും. IFOSന്റെ മെയിൻ സെപ്പറേറ്റ് ആണ്, ഇന്റർവ്യൂ സെപ്പറേറ്റ് ആണ്. സിവിൽ സർവീസിന്റെ മെയിൻ സെപ്പറേറ്റ് ആണ്, ഇന്റർവ്യൂ സെപ്പറേറ്റ് ആണ്. ഇത്രയും വ്യത്യാസമുള്ളൂ. IFOS ഒരു ഓൾ ഇന്ത്യ സർവീസ് ആണെങ്കിൽ സിവിൽ സർവീസിന്റെ എക്സാം പ്രോസസ്സിൽ പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. പിന്നെയുള്ള എല്ലാം ഗ്രൂപ്പ് A സർവീസുകളാണ്. അതിന് IFS എന്ന് പറയുന്നതാണ് കുറച്ച് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് സെൻട്രൽ സർവീസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 IAS, IPS, IFS ഇത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. നമ്മൾ ഭൂട്ടാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബർമയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കും ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ അറ്റൻഡ് ചെയ്യാം. പക്ഷെ IAS, IPS, IFSലോട്ട് ഇവരെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ, ബാക്കിയുള്ള സർവീസിലേക്ക് അവർക്ക് വരാം.
അതിൽ ഒരുപാട് എലക്ട്രിക് സർവീസ് ഉണ്ട്, പോസ്റ്റൽ സർവീസ് ഉണ്ട്, ഓർഡിനൻസ് ഫാക്ടറി സർവീസ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉണ്ട്, കോർപ്പറേറ്റ് ലാ സർവീസ് ഉണ്ട്, IRS 2 ഉണ്ട്. IRS 2 ഉണ്ട്. എന്താണ്, ഇൻകം ടാക്സും ഉണ്ട്, സെൻട്രൽ എക്സൈസും ഉണ്ട്. ഓക്കെ, അതുപോലെ ട്രേഡ് സർവീസ് ഉണ്ട്. റെയിൽവേയിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം IRMS കൂടി വന്നു, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് കൂടി ആഡ് ചെയ്തു. ഇതൊരു ഗ്രൂപ്പ് എ ആയിരുന്നു, ഗ്രൂപ്പ് എ സർവീസ് ആയിരുന്നു. അതും സിവിൽ സർവീസിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ഗ്രൂപ്പ് എ സർവീസുകൾ സിവിൽ സർവീസിന്റെ കൂടെ ആഡ് ചെയ്യാനും ഇതിന് വേക്കൻസി ഉയർത്താനുള്ള ഒരു സാധ്യത വളരെ വലുതാണ്. ഓക്കെ, അപ്പം കട്ടയ്ക്ക് പഠിക്കാം, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന റിസൾട്ട്, ആഗ്രഹിക്കുന്ന പോസ്റ്റിലോട്ട് വരാൻ പറ്റും. ഞാൻ നേരത്തെ ഇതിന്റെ എലിജിബിലിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഇത് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ PPT ഞാൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തരാം. ജസ്റ്റ് ഹാവ് എ റീഡ്. ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ കാര്യം പറഞ്ഞു. 3 ക്രൈറ്റീരിയ. ഒന്ന് ഏജ് ആണ്. ഏജിന്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. 21 വയസ്സിൽ തുടങ്ങി 32 വയസ്സ് വരെ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാണ് 6 ചാൻസ്. ഓക്കെ, ഒരു 3 വർഷം കൂടെ ചാൻസ് എക്സ്ട്രാ കിട്ടും ആർക്ക്? OBCക്ക്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 9 ചാൻസ്. 37 വയസ്സ് വരെ SC ST കാറ്റഗറിയിലുള്ളവർക്ക് എഴുതാം. അങ്ങനെ ചാൻസിന്റെ എണ്ണം പറയുന്നില്ല. 21-ന് 37 തവണ എത്ര വേണമെങ്കിലും എഴുതാം. ഓക്കെ, പിന്നെ PWD കാറ്റഗറി ഉള്ളവരാണെന്നുണ്ടെങ്കിലും ചാൻസ് 37 വയസ്സ് വരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, ചില കാറ്റഗറിക്ക് 42 വയസ്സ് വരെ അനുവദിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുക, മനസ്സിലാക്കാം. SC ST ഒക്കെ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. OBC ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ അതെന്താന്നൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് തരാം. When and how to apply? എല്ലാ വർഷവും ഫെബ്രുവരി, ഈ മാസം ഫെബ്രുവരി അല്ലേ, ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വരും. ഈ നോട്ടിഫിക്കേഷനകത്ത് ഏകദേശം ഒരു 25 പേജ് കഴിഞ്ഞാൽ മൊത്തം സിലബസ് ആണ്. ആദ്യം കുറെ കഥയൊക്കെ പറയും, സിവിൽ സർവീസ് ഇങ്ങനെയാണ്, അതാണ്, ഏതാണെന്നൊക്കെ. സർവീസുകളുടെ കാര്യം ഉണ്ടാവും, വേക്കൻസീസിന്റെ കാര്യം ഉണ്ടാവും, നമ്മുടെ എലിജിബിലിറ്റിയുടെ ക്രൈറ്റീരിയ കാര്യങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞൊരു 21 പേജ് കഴിഞ്ഞാൽ 25 കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിലബസ് തന്നെയാണ്. ഈ സിലബസിൽ പ്രിലിംസിന്റെ സിലബസ് സെപ്പറേറ്റ് ഉണ്ടാവും, മെയിൻസിന്റെ സിലബസ് ഉണ്ടാവും, ഓപ്ഷന്റെ സിലബസ് ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഡോക്യുമെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓരോ വർഷവും ആണ് നമ്മുടെ സിലബസ്, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരിയിൽ വരുന്നത്. എല്ലാ പ്രാവശ്യവും സിലബസ് മാറുമെന്ന് ചോദിക്കും. പൊട്ടത്തെറ്റാണ്, അങ്ങനെ സിലബസ് മാറില്ല. 2011 ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഓപ്ഷണൽ പ്രിലിംസിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിനെ മാറ്റിയിട്ട് CSAT കൊണ്ടുവന്നു. ഓക്കെ, CSAT 2015 എന്തായി, ഒരു 33% മാർക്ക് നേടുന്ന ഒരു ക്വാളിഫൈങ് പേപ്പർ ആക്കി സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ 2013 ഒരു ചേഞ്ച് വന്നതിൽ എത്തിക്സിന്റെ പേപ്പർ കൊണ്ടുവന്നു. GSന്റെ പേപ്പർ 2 എന്നുള്ളത് 4 ആക്കി. ഓപ്ഷൻ എന്ന് പറയുന്നത് 4 പേപ്പർ, 2 പേപ്പറിന്റെ 2 സബ്ജക്റ്റിന്റെ 4 പേപ്പർ, 2 സബ്ജക്ട് എന്നുള്ള ഒരു സബ്ജക്റ്റ് ആക്കി ചുരുക്കി. ഇത്ര ചേഞ്ച് വന്നിട്ടുള്ളൂ. 2010 ശേഷം ഇതുവരെ ഒരു ചേഞ്ച് വന്നില്ല. പാറ്റേൺ ഷിഫ്റ്റ് എന്നൊക്കെ ഓരോരുത്തർ പറയും, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, നന്നായിട്ട് പഠിക്കുന്ന ഒരാളിന് കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഓൺ ടൈം രജിസ്ട്രേഷൻ ത്രൂ ആണ് ഉണ്ടാവുന്നത്. അത് UPSC online.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ 2024 പരീക്ഷ ചിലരെങ്കിലും ഒക്കെ എഴുതി നോക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ എഴുതാൻ താല്പര്യമുള്ളവർക്ക് ചോദിച്ചാൽ മതി. OTRന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തരാം. ഓക്കെ, UPSC.online.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇന്നത്തെ ഒരു സെഷൻ കഴിഞ്ഞാൽ അതൊന്ന് കയറി നോക്കാം, അതൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഫെമിലിയറൈസ് ആവുക. ഓക്കെ, ഇപ്പൊ എല്ലാ വർഷവും കലണ്ടർ വരും. ഓക്കെ, ഈ 2024 കലണ്ടർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ്. അപ്പൊ ഈ വർഷം ഒരു ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോൾ നമുക്ക് 2025 മുഴുവൻ ഡേറ്റും നമുക്ക് അറിയാൻ പറ്റും. 2025 മുഴുവൻ ഡേറ്റും നമുക്ക് അറിയാൻ പറ്റും. ഈ വർഷത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇവിടെ കിടപ്പുണ്ട്. പ്രിലിംസിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 26 മെയ് ആണ്, സൺഡേ ആണ്. അതുപോലെ സിവിൽ സർവീസ് മെയിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഏകദേശം 20 സെപ്റ്റംബർ ആണ്. ഞാൻ നേരത്തെ 17 എന്ന് പറഞ്ഞത് ഓർമ്മ. ഓക്കെ, അപ്പോൾ 20 തുടങ്ങി 5 ദിവസം നീളുന്ന ഒരു പരീക്ഷ. കഴിഞ്ഞ വർഷം 17 ആയിരുന്നു കേട്ടോ. അപ്പൊ 20 തുടങ്ങി 5 ദിവസം നീളുന്ന ഒരു പരീക്ഷയായിട്ടായിരിക്കും ഇത് നടക്കുന്നത്. ഒരു 9 പരീക്ഷകളുണ്ട്. ഞാൻ ബൈഫർക്കേഷൻ പറയാം. ഈ നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതിനെങ്ങനെ വിളിക്കുന്നത്, upsc.gov.in. അപ്പൊ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും. ഇവിടെ ഒരു നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരും. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിലബസും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടും. നിങ്ങൾ പെട്ടെന്ന് കണ്ടാൽ പേടിച്ചു പോകുന്ന രീതിയിൽ 100 കൂടുതൽ പേജുള്ള രീതിയിലായിരിക്കും വരുന്നത്. കണ്ട് പെട്ടെന്ന് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സിലബസ് വളരെ സിമ്പിൾ ആക്കി വേറൊരു പാറ്റേണിലാക്കി നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റി നിങ്ങളൊന്ന് കൂടുതലായിട്ട് അറിയാം. അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യവും പിന്നെ നമ്മുടെ സിലബസിന്റെ പാറ്റേൺ ആണ്.
പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. മറ്റ് പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ ഒരു IIT-യുടെ ഒക്കെ എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സാം നടന്ന ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു ആൾക്കാരായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ് ഇല്ല. ഇവിടെ പ്രിലിമിനറി പരീക്ഷ ആദ്യം, മെയിൻസ് പിന്നെ പേഴ്സണൽ ടെസ്റ്റ്. ഇതിൽ പ്രിലിംസിന്റെ മാർക്ക് മെയിൻസിലോട്ട് കടക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതിനപ്പുറം ആ മാർക്കിന് യാതൊരു പ്രസക്തിയില്ല. മെയിൻസിന്റെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കും കൂടി ചേർത്ത് 2025 മാർക്കിനാണ് ടോട്ടൽ മാർക്ക് ഇടുന്നത്. മെയിൻസിൽ മൊത്തം 9 പേപ്പർ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ മുമ്പ് പ്രിലിമിനറി ആദ്യം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ, പ്രിലിമിനറിക്ക് 2 പേപ്പർ ഉണ്ട്. പ്രിലിംസിന് 2 പേപ്പേഴ്സ് ഉണ്ട്. അത് ഒന്ന് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, GS പേപ്പർ 1 എന്ന് പറയും. രണ്ടാമത്തെ പേപ്പർ പ്രിലിംസ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്ന് പറയും. ഇതിനെ നമ്മൾ CSAT എന്നുള്ളൊരു പേപ്പർ, അങ്ങനെ ഒരു പേരിട്ട് വിളിക്കും, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് UPC ഇട്ട പേരൊന്നുമല്ല, ആസ്പിറൻസ് തന്നെ ആദ്യമേ ഇതിനെ CSAT എന്ന് വിളിച്ച് പഴക്കം വന്നൊരു പേപ്പറാണ്. CSAT കാര്യം ആദ്യം പറയാം. ഇവിടെ ന്യൂമറിക്കൽസ് ഉണ്ട്, റീസണിങ് ഉണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഒരു പാരഗ്രാഫ് വരെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, നമ്മൾ ആൻസർ ചെയ്യാന്നുള്ളൊരു കാര്യമാണുള്ളത്. അപ്പോൾ കോംപ്രിഹെൻഷൻ ഉണ്ട്, ഈ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് പോലുള്ളത്, ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വരും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 80 ക്വസ്റ്റ്യൻസ് തരും. 2.5 മാർക്ക് വെച്ചിട്ട് 200 മാർക്കിന് പരീക്ഷ നടത്തും. ഇവിടെ ജയിക്കാൻ വേണ്ടത് 33% മാർക്ക് മതി. അതായത് 67 മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേപ്പർ ക്വാളിഫൈ ചെയ്തു. ഇതൊരു ക്വാളിഫൈങ് നാച്ചുറൽ പേപ്പറാണ് പ്രിലിംസിൽ. ജസ്റ്റ് എ ക്വാളിഫൈങ് പേപ്പർ. 67 മാർക്ക് മതി. ശരിക്കും ഈ 80 ക്വസ്റ്റ്യനിൽ 30 ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 75 മാർക്ക് കിട്ടും. ആസ് സിമ്പിൾ ആസ് ദാറ്റ് നിങ്ങൾക്ക് അത് വിജയിക്കാൻ പറ്റും. കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് ഓരോ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞങ്ങളുടെ അധ്യാപകർ CSAT സ്റ്റാർട്ടിങ് മുതലേ തുടങ്ങും. കാര്യം CSATന്റെ കഴിഞ്ഞ വർഷത്തെ മാത്സിന്റെയും മറ്റു പോർഷൻസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CSATന്റെ പേപ്പർ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഒരു മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ തന്നെ നമ്മൾ CSAT തുടങ്ങും. കാര്യം നിങ്ങൾക്ക് ഈ പേപ്പറിൽ ഫെമിലിയാരിറ്റി അത്രയധികം നല്ല രീതിയിൽ വേണം. ഓക്കെ, അതുകൊണ്ട് CSATന്റെ പേപ്പർ നമ്മൾ ആദ്യം മുതലേ അങ്ങ് തുടങ്ങും. അപ്പോൾ CSATനെ പറ്റി മനസ്സിലായല്ലോ. ജനറൽ സ്റ്റഡീസിൽ വരുന്ന പേപ്പർ മുതൽ ഹിസ്റ്ററി വരും, ജിയോഗ്രഫി വരും, എക്കണോമിക്സ് വരും, ഇന്ത്യൻ പോളിറ്റി വരും, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി വരും, ജനറൽ സയൻസ് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, കറണ്ട് അഫേഴ്സ് വരും, ഇന്റർനാഷണൽ റിലേഷന്റെ കുറച്ച് കോണ്ടന്റ് വരും. ഓക്കെ, ഇത് നമുക്ക് കറണ്ട് അഫേഴ്സ് ആണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഉൾപ്പെടുത്തി കളയാം. ഇവിടെ ഹിസ്റ്ററിയിൽ ഏൻഷ്യന്റ് ഹിസ്റ്ററി വരും, ആർട്ട് ആൻഡ് കൾച്ചർ വരും, മെഡീവൽ പാർട്ട് വരും, മോഡേൺ ഇന്ത്യ വരും, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കൺസോൾട്ടേഷൻ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു പോർഷൻ വരും. ഇവിടെ വേൾഡ് ഹിസ്റ്ററിയുടെ പോർഷൻ പ്രിലിംസിന് ഇല്ല, മെയിൻസിനുണ്ട്. ഓക്കെ, ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, എക്കണോമിക് ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്. അങ്ങനെ ജോഗ്രഫിയുടെ എല്ലാ ഭാഗങ്ങളും, ഹ്യൂമൻ ജോഗ്രഫി ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ജോഗ്രഫിയിൽ പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഉണ്ട്. ഓക്കെ, ഇനി എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ തന്നെയാണ് എക്കണോമിക് സബ്ജക്ട് ഉള്ളത്. എക്കണോമിക്സിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, എക്കണോമി ഉണ്ട്, എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഭാഗങ്ങളുണ്ട്. കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ, ആപ്ലിക്കേഷനിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്. പൊളിറ്റിയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ഇഷ്യൂസ്, സോഷ്യൽ ജസ്റ്റിസ് പോലുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. ഇത് നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ വേണ്ടതാണ്. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി അഗൈൻ പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ വേണ്ടതാണ്. പക്ഷെ പ്രിലിംസിന് 10th ലെവൽ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പ്രത്യേകിച്ച് UPC പറഞ്ഞു. 10th ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. പിന്നെ ജനറൽ സയൻസിൽ സാധാരണ നമ്മൾ NCERT വായിച്ചു വെക്കുന്ന ജനറൽ സയൻസ് മതി. അതായത് നിങ്ങൾ ഓംസ് ലോ കുത്തിയിരുന്ന് പഠിക്കേണ്ട, ഡിഫ്രാക്ഷൻ പോലുള്ള കാര്യങ്ങൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട, ഫോക്കൽ ലെങ്ത് അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കേണ്ട. നിങ്ങൾ കണ്ടന്റ് മനസ്സിലാക്കി വെക്കാം. ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ വരും. ടെക്നോളജിയും സയൻസും ചേർത്തുള്ള ഭാഗങ്ങളിൽ മാത്രമേ ചോദ്യങ്ങൾ വരത്തുള്ളൂ. അപ്പോ ഒരു വൈറസിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ സൂര്യന്റെ താഴെയുള്ള എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് വൈറസിനെ പറ്റി നിങ്ങൾ പഠിക്കണ്ട. മൊത്തം വേൾഡിൽ മൊത്തം 20 ലക്ഷത്തിൽ കൂടുതൽ വൈറസ് ഉണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ഒന്നും പഠിക്കുന്നത് നടപ്പുള്ള കാര്യമല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ WHO ഒരു ആർട്ടിക്കിൾ വന്നു, ഇപ്പൊ ഒരു പാൻഡമിക്കിന്റെ ഒരു സാധ്യതയെ പറ്റി അതിനകത്തൊരു മെൻഷൻ ഉണ്ട്, അതിനെപ്പറ്റി ന്യൂസ് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ പെർട്ടിക്കുലർ പാൻഡമിക്കിന്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ ആ ഒരു വൈറസിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ആ വൈറസിന്റെ വാക്സിന്റെ ഒരു പ്രത്യേകത,
ഇതിന്റെ സൈഡ് എഫക്ട്സ്, അത് ബാധിക്കാനുള്ള റീജിയൻസ്, അതിന്റെ കാരണങ്ങൾ, ഇതെല്ലാം നമ്മുടെ ചോദ്യത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പാർട്ട് ഫ്രം എല്ലാത്തിനെ പറ്റി നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാ മെഷീൻ ഗണ്ണിനെ പറ്റിയോ അല്ലെങ്കിൽ എല്ലാ ഗൺസിനെ പറ്റിയോ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇൻസാസിനെ മാറ്റിയിട്ട് ഉഗ്രം എന്ന് പറയുന്ന DRDO ഡെവലപ്പ് ചെയ്ത ഒരു ഗണ്ണ് വെച്ചു. അപ്പൊ ഉഗ്രം എന്താണെന്ന് നിങ്ങൾ പഠിക്കണം, അത് കറണ്ട് അഫേഴ്സ് ആണ്. ഇൻസാസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ആൻഡർ കലഷ്കോവ് 47 and 42 പലപ്പോഴും ന്യൂസിൽ മെൻഷൻ, അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പൊ അഗ്നി 5 എന്താണ് ഇന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക സർഫസ് ടു സർഫസ് മിസൈൽ എന്താണ്, സർഫസ് ടു എയർ മിസൈൽ എന്താണ്, എയർ ടു എയർ മിസൈൽ എന്താണ് എന്നുള്ള കാറ്റഗറി ഉണ്ട്. ബാലിസ്റ്റിക് മിസൈൽ എന്താണ്, ഇന്ത്യയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, ഇന്ത്യയിൽ ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽ ഉണ്ടോ, ബാലിസ്റ്റിക് മിസൈൽ എന്താണ്, ഇത് ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്, വാട്ട് ഈസ് എ പർപ്പസ്, ഇന്ത്യയുടെ കപ്പാസിറ്റി എന്താണ്. പിന്നെ അതുപോലെ ട്രില്യൺ എക്കണോമി ആവാൻ വേണ്ടിയിട്ട് ഡിഫൻസ് ആണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് വിറ്റഴിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആഫ്രിക്കൻ കോണ്ടിനെന്റ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടോ ഒക്കെ നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെ കൂടുതൽ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാം, നമ്മുടെ പഠനത്തിൽ കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യം ഒന്ന് നോക്കുക. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ എവരിവൺ? ഇല്ല സർ. ഓക്കെ, ഞാൻ നിങ്ങൾ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടോ? ഓക്കെ, നമ്മളൊരു റിയാലിറ്റിയിലോട്ട് വരണം. പരീക്ഷയെ പറ്റി മനസ്സിലാക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം തന്നെയാണ്. പക്ഷെ കുറച്ച് സീരിയസ് ആസ്പിരന്റ് എങ്ങനെ ആകണം എന്നുള്ളൊരു കാര്യത്തില് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെയുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ തരുന്ന നോട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഞങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് വരത്തില്ല, പക്ഷെ നോട്ട്സിൽ നിന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ പാറ്റേണിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സിന്റെ മെയിൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തം 9 പേപ്പർ. ഈ 9 പേപ്പറിൽ 2 പേപ്പർ എന്ന് പറയുന്നത് ക്വാളിഫയിങ് പേപ്പറാണ്. അതിൽ ഒരെണ്ണം ഇംഗ്ലീഷും ഒരെണ്ണം ഇന്ത്യൻ ലാംഗ്വേജും. നമുക്കത് മലയാളം ചൂസ് ചെയ്യാം. ഓക്കെ, ഈ ഇംഗ്ലീഷും മലയാളം പേപ്പർ എന്ന് പറയുന്നത് 300 മാർക്കിന് ചോദിക്കും, 75 മാർക്ക് മതി. അതായത് വെറും 25% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സാം പാസ്സാവാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ 10ാം ക്ലാസ് ലെവൽ, 10th ലെവൽ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഈ പറയുന്ന ക്വാളിഫയിങ് പേപ്പറിന് വേണ്ടി ആരും പഠിക്കാറില്ല. ട്രസ്റ്റ് മീ, അത് ആരും പഠിക്കാറില്ല. ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റെഫർ ചെയ്തിട്ട് പോവുക. യു ക്യാൻ ഈസിലി വിൻ ദീസ് 2 പേപ്പേഴ്സ്. പിന്നെ അപ്പൊ 2 പേപ്പറിന്റെ കാര്യം പറഞ്ഞു. പിന്നെയുള്ള 5 പേപ്പർ എന്ന് പറഞ്ഞാൽ എസ്എ ആണ് ഒരെണ്ണം. എസ്എക്ക് പ്രത്യേകിച്ച് സിലബസോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കുറെ എസ്എസ് വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, ആ എസ്എസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നവരും എഡിറ്റോറിയൽസ് മറ്റു കുറച്ച് നോട്ട്സ് തരും. അത് കൃത്യമായിട്ട് വായിക്കുന്നവർക്ക് എസ് എ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എസ് എയിൽ ഒത്തിരി പോയിന്റ്സ് എഴുതാൻ പറ്റും. ഒൺലി തിങ്, നമ്മൾ എസ് എയുടെ ക്വസ്റ്റ്യനും മറ്റും തരുമ്പോൾ അത് എന്താണ് എഴുതാണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഒന്ന് വേർക്കും. അപ്പാർട്ട് ഫ്രം ഈ ഒരു പരീക്ഷ, എസ് എയുടെ പരീക്ഷ ഏറ്റവും നല്ല ഒരു സ്കോറിംഗ് പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. 250 ഇതിന്റെ സ്കോറിംഗ് വരുന്നത്. നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 150 എബോ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ ഇതാണ് പേപ്പർ ബി. ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിഫയിങ് പേപ്പർ. ഇതാണ് എസ് എയുടെ പേപ്പർ. എസ് എയുടെ കാര്യം പറഞ്ഞു, 250 മാർക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ജനറൽ സ്റ്റഡീസ് 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 GS പേപ്പർ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്ന സിലബസ് തന്നെയാണ് ഇവിടെ വേണ്ടി വരുന്നത്. അതേ സബ്ജക്ട് തന്നെയാണ് വേണ്ടി വരുന്നത്. ഒറ്റ വ്യത്യാസമുള്ളൂ, നമ്മൾ അതിന് എഴുതാനും കൂടി ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹെറിറ്റേജ്, ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗമാണ്, പിന്നെ ജോഗ്രഫി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കൂടുതലായിട്ട് സൊസൈറ്റിയുടെ ഒരു പാർട്ടാണ് വരുന്നത്. സൊസൈറ്റിയിൽ എല്ലാ വർഷവും 2 അല്ലെങ്കിൽ 3 ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ. ഇത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും സൊസൈറ്റി ആയാലും നമ്മൾ പഠിക്കുന്ന പോർഷൻസ് മാത്രമേ ചോദ്യങ്ങൾ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ 250 ഒരു 125 മാർക്കൊക്കെ വരെ സ്കോർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷങ്ങളിൽ 110 മുതൽ 125 വരെയാണ് അതിന്റെ സ്കോറിംഗ് ഒക്കെ വരുന്നത്. ഈ രണ്ടാമത്തെ പേപ്പർ നോക്കണമെങ്കിൽ ഗവർണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ് എല്ലാം നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്നതാണ്. ഈ സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗത്ത് കുറച്ച് സ്കീംസും മറ്റു കാര്യങ്ങളൊന്ന് ആഡ് ഓൺ ആയിട്ട് പഠിക്കണം. അപ്പൊ അത് നമുക്ക് കുറച്ച് കൊള്ളാവുന്ന ഒരു പേപ്പറാണ്. ഒരു 100 മുതൽ 110 വരെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഓക്കെ,
ഇതിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന്റെ സ്കോർ ഒരു ഇച്ചിരി കുറയും. പക്ഷെ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് നമുക്ക് സ്കോറിംഗ് പേപ്പർ. മൂന്നാമത്തെ പേപ്പറിൽ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്നുണ്ട്. എക്കണോമിക് ഡെവലപ്മെന്റ് കുറച്ച് മെയിൻസിൽ കൂടുതലായിട്ട് പഠിക്കണം. ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്, സെക്യൂരിറ്റി, ഇതെല്ലാം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാത്രം വെറും ഒരു 4 മണിക്കൂറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്. ഇത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന് 140 മുകളിൽ ക്ലാസ് എടുക്കാൻ, മാർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ക്ലാസ് വരും. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ എസ്ഐക്കും എത്തിക്സിനും നിങ്ങളുടെ റാങ്കിലോട്ട് പോകാനുള്ള മാർക്ക് നിങ്ങൾ സേവ് ചെയ്ത് തരും. പിന്നെ വരുന്ന 2 പേപ്പർ, ഞാൻ നേരത്തെ 9 പേപ്പർ 2 ക്വാളിഫയിങ് പേപ്പറാണ്, 5 എന്ന് പറയുന്നത് ഈ പറഞ്ഞ എസ് ആൻഡ് GS പേപ്പറാണ്. പിന്നെ ഒരു ഓപ്ഷൻ സബ്ജക്ട് എടുക്കുക. ഓപ്ഷൻ സബ്ജക്ട് ഇത് 2 പേപ്പറാണ്. അപ്പൊ മലയാളം ആണെങ്കിൽ മലയാളത്തിന്റെ പേപ്പർ 1 പേപ്പർ 2, എക്കണോമി ആണെങ്കിൽ എക്കണോമിയുടെ പേപ്പർ 1 പേപ്പർ 2, പിന്നെ പൊളിറ്റി ആണെങ്കിൽ പൊളിറ്റിയുടെ പേപ്പർ 1 പേപ്പർ 2, അങ്ങനെയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അർപ്പിത എന്നൊരു കുട്ടിയെ കണ്ടു. അപ്പൊ അർപ്പിതയുടെ സബ്ജക്ട് സോഷ്യോളജി ആണെന്നുണ്ടെങ്കിൽ അർപ്പിതയ്ക്ക് പഠിച്ച സോഷ്യോളജിയാണ്, അർപ്പിതയ്ക്ക് മാത്സ് അറിയില്ല, കോഴ്സ് നിങ്ങൾക്ക് മാത്സ് എടുക്കാം, ഒരു പ്രശ്നമില്ല. ബികോമിന്റെ ഒരു സബ്ജക്ട് അക്കൗണ്ടൻസി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഒരു പ്രശ്നമില്ല. മാനേജ്മെന്റ് എടുക്കാം, എഞ്ചിനീയറിംഗ് സബ്ജക്ട് എടുക്കാം, മെഡിസിൻ എടുക്കാം. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ അറ്റ് ആൾ. ഓൺലി തിങ് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ യാതൊരു ക്രൈറ്റീരിയ അല്ല, UPSC നമ്മുടെ ഇഷ്ടത്തിന് വിടുന്ന ഒരു കാര്യമാണ് നമ്മുടെ മെയിൻസിന്റെ പിന്നെ ഓപ്ഷൻ ആയിട്ട് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇറ്റ്സ് യുവർ ടൈം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Any doubts? Come on, guys. Open up. സർ, ഓപ്ഷണലിന്റെ പ്രിപ്പറേഷൻ നമ്മൾ എന്താ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണോ? അത് ഇതിന്റെ മെയിൻസിന്റെ ഇപ്പൊ അതോ പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? നമ്മുടെ ഏതാണ് ഓപ്ഷന്റെ കാര്യമാണോ ചോദിച്ചത്? ഒന്നും കൂടി ഇത് വ്യക്തമാക്കാവോ? ഓപ്ഷന്റെ കാര്യമാണോ ചോദിച്ചത് അതേ മെയിൻസിന്റെ കാര്യമാണോ? ഞാൻ കൃത്യമായിട്ട് കേട്ടില്ല. ഓക്കെ, അപ്പോൾ മെയിൻസ് ഞാൻ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് കേട്ടില്ല, എന്നാലും ഞാൻ പറയാം. ഓപ്ഷൻ ആയാലും മെയിൻസ് ആയാലും നമ്മുടെ ജനറൽ സ്റ്റഡീസിന്റെ പേപ്പേഴ്സ് ആദ്യമേ നമ്മൾ ക്ലിയർ ചെയ്യുക. നിങ്ങൾ 3rd ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൂടി നിങ്ങൾ പഠിക്കുക. നിങ്ങളിപ്പോ 2nd ഇയർ ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ നോക്കണ്ട, പക്ഷെ GS കാര്യമായിട്ട് പഠിക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഉത്തരം അതിൽ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെഷൻ എൻഡിൽ ഒന്നുകൂടി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഹൗ ടു അപ്രോച്ച്. ഈ അപ്രോച്ചിൽ ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയെ പറ്റി ഒരു റോഡ് മാപ്പ്, നമ്മുടെ പ്രിപ്പറേഷനെ പറ്റിയുള്ള ഒരു റോഡ് മാപ്പ് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഈ റോഡ് മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഓപ്ഷൻ പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഏതൊക്കെ കോമ്പണന്റ് ആണ് ഉപയോഗിക്കുന്നത്, എത്ര സമയമാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ദിവസവും അലോക്കേറ്റ് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഈ റോഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. As an academy, our duty to give a road map. Okay. പിന്നെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മീഡിയം. മീഡിയം എങ്ങനെ ചൂസ് ചെയ്യാം? അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, മെയിൻസ് പരീക്ഷ ഞാൻ മലയാളം മീഡിയത്തിൽ എഴുതുകയാണ്, അതുകൊണ്ട് മറ്റ് ഇംഗ്ലീഷിൽ എഴുതുന്ന ആസ്പിറൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയത് കാരണം എന്റെ മാർക്ക് ഒന്ന് ചവിട്ടി താഴ്ക്കുമോ എന്നുള്ള ഡൗട്ട്. അങ്ങനെയില്ല. റീജിയണൽ ലാംഗ്വേജ് ഇൻക്ലൂഡിങ് ഇപ്പൊ ഹിന്ദി പോലുള്ള ലാംഗ്വേജിൽ അല്ലെങ്കിൽ തമിഴ് പോലുള്ള ലാംഗ്വേജിൽ എഴുതുന്ന കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. അവർ 50-നകത്ത് അല്ലെങ്കിൽ 10-നകത്തൊക്കെ റാങ്കിൽ വരുന്നുണ്ട്. പക്ഷെ മലയാളം എഴുതിയോണ്ട് നിങ്ങൾക്ക് ഒരു കുറച്ചിലുണ്ടെന്നല്ല, പക്ഷെ മലയാളം നിങ്ങളുടെ ആൻസർ എഴുതിയതിനകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ കണ്ടന്റ് ഇല്ലാതെയാണ് മലയാളത്തിൽ വെറുതെ തള്ളുന്നതെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമുക്ക് മലയാളം എടുക്കുമ്പോൾ ഉള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പദസമുച്ചയം നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ചില വേർഡ്സ് മറ്റും എഴുതാനുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ലാംഗ്വേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു വേർഡ് കിട്ടുന്നില്ല, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എഴുതുന്ന യാതൊരു നിർബന്ധവും ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എഴുതാം. മനസ്സിലായില്ലേ? ജോഗ്രഫിക്ക് ഭൂമിശാസ്ത്രം എഴുതേണ്ട കാര്യമില്ല. ജോഗ്രഫി എന്ന് മലയാളത്തിൽ എഴുതി വെക്കാം, ഒരു പ്രശ്നവും ഇല്ല. കാര്യം ഇതൊക്കെ അതത് സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സാണ് നോക്കുന്നത്. ലിറ്ററേച്ചർ ഹാൻഡിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർ വെട്ടിക്കളയും. പക്ഷെ നമ്മുടെ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സാണ് നോക്കുന്നത്. നമ്മുടെ കണ്ടന്റ് ഉണ്ട്, പോയിന്റ് ഉണ്ട്, ഫാക്ട് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ,
അപ്പോൾ നമ്മുടെ മീഡിയം ഒരു പ്രശ്നമല്ല, മലയാളം മീഡിയത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, 150 വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എഴുതി തീർക്കാണ്ട് മലയാളം എടുക്കുന്നവർക്ക് ഇച്ചിരി സമയം എടുക്കും, അല്ലെങ്കിൽ ആ ഒരു വേർഡ് ലിമിറ്റിനകത്ത് കൺക്ലൂഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ നേരിടും. അത്ര ഒരു കാര്യമുള്ളൂ. ഹനാൻ എന്തെങ്കിലും സംശയം ചോദിച്ചായിരുന്നോ? ഇല്ല സാർ, ഇല്ല. ഓക്കെ, അപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ശരി. ഇനി അടുത്തൊരു കാര്യം വെച്ചാൽ NCERT ബുക്കുകൾ കളക്ട് ചെയ്യുക, ബുക്സ് കളക്ട് ചെയ്യുക പോലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം NCERT വായിക്കേണ്ട കുറച്ച് NCERTസും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ബുക്സും ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഒരു മിഡ് ലെയർ വരെയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ ചില ആസ്പിരന്റ്, എക്സാമ്പിൾ ഇപ്പൊ പൂജ എന്ന് പറയുന്ന ആസ്പിരന്റെ പേര് കണ്ടു. ഇപ്പൊ പൂജയ്ക്ക് ഹിസ്റ്ററിയിൽ പറയുന്ന ഒരു ബുക്ക് വായിച്ചിട്ട് അത്ര അധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല പോയിന്റ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മെന്റർ ഒരു ബുക്ക് കൂടി സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു റീഡിംഗ് റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലുള്ള മെറ്റീരിയൽ ഓവർലോഡിങ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ അക്കാഡമിയുടെ ഡ്യൂട്ടിയാണ്. വി വിൽ ഡു ഇറ്റ് പെർഫെക്റ്റ്ലി ആൻഡ് പ്രിപ്പയർ എ ടൈം ടേബിൾ. ഞങ്ങൾ ബേസിക് ആയിട്ടുള്ള ടൈം ടേബിൾ ഞങ്ങൾ തന്നെ തരും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നിങ്ങൾ ആ സമയം ഒന്ന് അലോക്കേറ്റ് ചെയ്യാന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈകുന്നേരം 7 മണിക്ക് ക്ലാസ്സിലോട് ചിലപ്പോൾ ഒരു ജോബ് ഉള്ള ഒരാൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോബ് ചെയ്ത ശേഷം ഉള്ള സമയം മുഴുവൻ ഈ പ്രിപ്പറേഷൻ കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ 2, നിങ്ങൾ ആരും ന്യൂസ് പേപ്പർ വായിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ വായിക്കേണ്ട കണ്ടന്റ് അയച്ചു തരും. മര്യാദക്ക് അതെങ്കിലും ഒന്ന് വായിക്കുക. ഓക്കെ, പിന്നെ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കുക, ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ നോട്ട്സ് ഉണ്ടാക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് വേണം. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബുക്ക് മടക്കി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. റിവൈസ് അഗൈൻ ആൻഡ് അഗൈൻ. ഓക്കെ, പിന്നെ PYQ നിങ്ങൾ ആദ്യമേ ഒന്ന് നോക്കാൻ പറ്റുന്നുള്ളവര്, പക്ഷെ PYQ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെഷൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഓൾവേസ് ചലഞ്ച് യുവർ സെൽഫ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് 10 പേജ് വായിക്കാൻ പറ്റുമെങ്കിൽ നാളെ ഒന്ന് 11 ആക്കാനായിട്ട് ശ്രമിക്കുക. ലിറ്റിൽ പ്രോഗ്രസ് ഈസ് സെൽഫ്. ഓക്കെ അല്ലേ? സോ പ്രിപ്പറേഷന്റെ സൈഡില് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ബേസിക് കോമ്പണന്റ് വേണ്ടത്. നല്ലപോലെയുള്ള റീഡിംഗ് ഉണ്ടായിരിക്കണം. സ്റ്റാറ്റിക് കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള മാറാത്ത സബ്ജക്റ്റും, ഡൈനമിക് കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് മാറുന്ന പൊളിറ്റി, എക്കണോമിക്സ് പോലുള്ള കാര്യങ്ങളാണ്. അതുപോലെ കറണ്ട് അഫേഴ്സ് ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുക. ഡെയിലി നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് തരും. അതുപോലെ ചില വീക്കുകളിൽ എക്സാംസ് ഉണ്ടാവും. ആ എക്സാമിന് കൃത്യമായിട്ട് പറയും ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ ഉള്ളതെന്ന് പറയും. അപ്പൊ ഒന്ന് പ്രിപ്പയർ ചെയ്യുക, എഴുതുക എന്നുള്ള കാര്യം. നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുക എന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ മാർക്ക് ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് ഒരു 50 ക്വസ്റ്റ്യൻ തന്നിട്ട് 0 ആണ് കിട്ടുന്നെങ്കിലും 100 ക്വസ്റ്റ്യൻ തന്നിട്ട് 0 ആണ് കിട്ടണമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മൈൻഡ് ചെയ്യത്തേയില്ല. ഒറ്റ ഉദ്ദേശമുള്ളൂ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക, ആ ടോപ്പിക്ക് പരിചയപ്പെടുക, നിങ്ങളെ വീണ്ടും പഠിപ്പിക്കുക. ഈ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ എപ്പോഴും പേഴ്സണൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പിന്നെ സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് സാധാരണ സെൽഫായിട്ട് പഠിക്കുന്ന ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. നമ്മുടെ സ്റ്റുഡൻസിന്റെ എല്ലാ അസസ്മെന്റ് ഞങ്ങൾ തന്നെ ചെയ്യും. ക്വസ്റ്റ്യൻ അനാലിസിസ് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് അത് ചെയ്തു തരും. മോക്ക് ടെസ്റ്റ് എല്ലാം ഒത്തിരി ടെസ്റ്റ് നിങ്ങൾ തരും. ഡെയിലി ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും മോസ്റ്റ് ഓഫ് ഡേയ്സിൽ ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, പിന്നെ ഈ ബുക്കിന്റെ ലിസ്റ്റ്, ഒത്തിരി ബുക്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം ബുക്സിന്റെ ലിസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇന്നത്തെ സെഷനിലില്ല. ബുക്സിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ബുക്സ് ഞങ്ങളുടെ ജോയിൻ ചെയ്യുന്നവർക്ക് ബുക്സ് കൊടുക്കുന്നുണ്ട് തന്നെ. ബുക്സിന്റെ ലിസ്റ്റിനെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല. ലേൺ വിത്ത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യണോ വേണ്ട എന്നുള്ളൊരു കാര്യം. ഓരോ വർഷം ഫസ്റ്റ് ചാൻസിൽ പാസ്സാവുന്നവരുടെ എണ്ണം വളരെ കുറവായിട്ടുള്ളതിന്റെ കാരണം വെച്ചാൽ നമ്മുടെ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് നമ്മുടെ ഒരു ജൂൺ സമയമൊക്കെ ആകുമ്പോൾ സിവിൽ സർവീസിന്റെ റിസൾട്ട് ഒക്കെ കണ്ടുകൊണ്ട് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരും. ഒരു 60 ദിവസം മുതൽ 90 ദിവസമൊക്കെ ആകുമ്പോഴാണ് ഇവനൊരു റിയൽ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. കാര്യം റിയൽ പ്രിപ്പറേഷനെ പറ്റി മനസ്സിലാക്കി വരുന്നത്. അപ്പൊ എല്ലാവരും അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നില്ല. ഞങ്ങൾ ഡേ 1 മുതൽ തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയും. കാര്യം അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കണം, എങ്ങനെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്നതെന്നാണ് അടുത്ത സെഷൻ. അല്ലാതെ ഇവിടെ ഒരു 3 മാസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് അറിയേണ്ട കാര്യമില്ല. അപ്പൊ നോർമലി ഒരു ആസ്പിരന്റിന് പറ്റുമെന്ന് വെച്ചാൽ ഒരു 2-3 മാസം ഇതിന് വേണ്ടി പോകും. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കഴിയും. ഓണമൊക്കെ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മുതലായിരിക്കും അവന്റെ ആക്ച്വൽ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. സെപ്റ്റംബർ ടു ജാനുവരി ഒരു 5 മാസം ഇവൻ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ പഠിക്കും. ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ റിവിഷന്റെ ടൈമാണ്. ട്രസ്റ്റ് മീ, ഈ 5 മാസത്തിൽ ചിലപ്പോൾ ഒരാൾ പഠിച്ച് പൂർണ്ണമായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടാവും. അപ്പോൾ റിവിഷന്റെ സമയത്ത് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫസ്റ്റ് ചാൻസിൽ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2025 മെയ് ആണ് നമ്മുടെ ടാർഗറ്റ്.
നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് 2024 ഫെബ്രുവരിയിലാണ് നിൽക്കുന്നത്. 16 മാസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള 16 മാസങ്ങളാണ്. ഈ 16 മാസങ്ങൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ചാൻസിൽ നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സ് കടത്തി വിടുക എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ മാത്രമാണ് യു വിൽ ഹാവ് ഇനഫ് ടൈം ടു സ്റ്റഡി വെൽ. ഒത്തിരി തവണ റിവൈസ് ചെയ്ത് നല്ല കാര്യമായിട്ട് പഠിക്കാനുള്ള ഒരു സമയം. അപ്പൊ ഈ ടൈം പീരീഡ് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം 7 മുതൽ 9 വരെയുള്ള 2 മണിക്കൂർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റഡി കൊണ്ടുപോകാം. ഞങ്ങൾ കുറച്ച് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ വരും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 6 മുതൽ 8 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ സിവിൽ സർവീസിന് വേണ്ട കോണ്ടന്റ് മുഴുവൻ ഒരു തവണ കൃത്യമായിട്ട് പഠിച്ചു തീർന്നിരിക്കും. ഓക്കെ. പിന്നെ അക്കാഡമിക്സിന്റെ എക്സാം മറ്റും വരുന്ന സമയത്ത് ഞങ്ങളെ നേരത്തെ അപ്ഡേറ്റ് ചെയ്യുക. ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ അപ്ഡേറ്റ് ചെയ്യുക. ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് ഡിസിപ്ലിൻ ഈസ് ടു മച്ച് ഇമ്പോർട്ടന്റ് ഇൻ സിവിൽ സർവീസ്. വർക്കിംഗ് പ്രൊഫഷൻസിന്റെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ ഓപ്ഷണൽസ് എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഓപ്ഷണൽ സബ്ജക്ട് ചൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഓപ്ഷൻ സബ്ജക്ട് ചൂസ് ചെയ്യേണ്ടത്. അതായത് സോഷ്യോളജി പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സോഷ്യോളജി ഓപ്ഷൻ ചൂസ് ചെയ്യരുത്. അതായത് സോഷ്യോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയതിനു ശേഷം നിങ്ങളുടെ മെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അവരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ ഫെമിലിയാരിറ്റി ഓക്കെ ആണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ചൂസ് ചെയ്യാവൂ. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ സിലബസ് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നതെന്ന് നമ്മുടെ കുട്ടികൾ നമ്മുടെ മെന്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്കിത് സ്കോറിംഗ് ആണ്, നമുക്ക് ഇത് വെച്ച് വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു അഫർമേഷനോട് കൂടി മാത്രമേ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യൂ. സ്കോറിംഗ് സബ്ജക്ട് ഇതാണ് അതാണ് എന്നുള്ള രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു സ്കോറിംഗ് സബ്ജക്ട് എന്നൊരു സ്പെഷ്യൽ ടൈറ്റിലുള്ള ഒരു സാധനം UPSC കൊടുത്തിട്ടില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ലെസർ അവേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്ന സബ്ജക്ട് ഉണ്ട്. എക്സാമ്പിൾ മലയാളം. മലയാളം ലിറ്ററേച്ചറിൽ 150 മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിച്ചു തീർക്കുക. അതായത് 50 ദിവസം 3 മണിക്കൂർ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഭവം ചെയ്യും. അതായത് 2 മാസത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് മലയാളം. ഓക്കെ. അപ്പൊ സോഷ്യോളജി ഒരു 180 അവേഴ്സ് സ്പെൻഡ് ചെയ്താൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഹിസ്റ്ററി ഒരു 160 to 180 അവേഴ്സിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോ ലെങ്ത് കുറഞ്ഞ സബ്ജക്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പഠിച്ചു തീർക്കാൻ റിവിഷൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ PSIR ഒക്കെ എടുക്കുന്ന ആൾക്കാർ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ അഫയേഴ്സ്. ട്രസ്റ്റ് മീ 280 മുതൽ 300 മണിക്കൂർ വരെ വേണം ഒരു തവണ ഇത് പഠിച്ചെടുക്കാൻ. ഒരു തവണ തീർക്കാൻ 300 മണിക്കൂറാണ്. അപ്പൊ മലയാളം ചൂസ് ചെയ്ത ആളിന് 2 തവണ പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഒരു സബ്ജക്ട് സ്കോറിംഗ് സബ്ജക്റ്റ് അല്ല, പക്ഷെ ലിമിറ്റഡ് സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ, സിലബസ് ചെറുതായിട്ടുള്ള സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ തവണ പഠിക്കാൻ പറ്റും. കൃത്യമായിട്ടും നിങ്ങളുടെ ബുക്സിന്റെ അവൈലബിലിറ്റി നോക്കിക്കൊണ്ട് ഒരു മെന്ററിന്റെ അവൈലബിലിറ്റി നോക്കിക്കൊണ്ടായിരിക്കണം എപ്പോഴും സബ്ജക്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് മെന്റർ അലോക്കേഷൻ മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ചില സബ്ജക്റ്റ് ഒക്കെ എടുത്തിട്ട് വരും. മാത്തമെറ്റിക്സ് എടുത്തിട്ട് വരും, സൈക്കോളജി, ഫിലോസഫി പോലുള്ള സബ്ജക്ട് എടുത്തിട്ട് വരും. നല്ല മെറ്റീരിയൽ കേരളത്തിൽ കിട്ടില്ല, സൗത്ത് ഇന്ത്യയിൽ കിട്ടില്ല. നിങ്ങൾ ഡൽഹിയിൽ പോയി വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതുപോലുള്ള മെറ്റീരിയൽ എങ്കിലും കളക്ട് ചെയ്യാൻ പറ്റൂ. അപ്പം ഇതുപോലുള്ള സബ്ജക്റ്റ് പോയി എടുത്തിട്ട് അവസാനം പഠിക്കാൻ പറ്റാതെ സബ്ജക്ട് മാറ്റിയിട്ട് ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് സമയം കളയുന്ന ഒരു അവസ്ഥ വരില്ല. ഓക്കെ. അപ്പൊ ഓൾവേസ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു പിന്നെ സബ്ജക്ട് ചൂസ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞൊരു സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. എനി ഡൗട്ട്? ഓക്കെ. നമുക്ക് പഴയ കുറച്ച് ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഒരു ചോദ്യമാണ് ആധാർ മെറ്റാഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. 2020 പ്രിലിംസിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആധാർ മെറ്റാഡാറ്റ കനോട്ട് ബി സ്റ്റോർഡ് മോർ ദാൻ 3 months. ഇങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ചോദ്യങ്ങൾ ഇതിന്റെ ഉത്തരത്തിലോട്ട് കൊണ്ടുവരുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. കാര്യം അടുത്തൊരു സ്ലൈഡ് നോക്കും. 2020 ഈ പരീക്ഷ വരുന്നതിന് മുമ്പ് വന്ന വർഷങ്ങളിൽ ഒരുപാട് തവണ ആധാറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് റിപ്പീറ്റഡ് ആയിട്ട് വേർഡ് റിപ്പീറ്റ് ചെയ്ത് വന്നത് കൊണ്ട് മാത്രമാണ് ഇത് ക്വസ്റ്റ്യനിൽ വന്നത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൊടുക്കും, പല രീതിയിലുള്ള നോട്ട്സ് കുട്ടികൾക്ക് കൊടുക്കും. അത് ഒരു തവണയെങ്കിലും വായിച്ച ഒരാളിന്, അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പർ എങ്കിലും ഒരു തവണ വായിച്ച ഒരാളിന് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് ആദ്യം കാണിച്ചിട്ടുണ്ട്. ആധാർ മെറ്റാഡാറ്റ കനോട്ട് ബി സ്റ്റോർഡ് മോർ ദാൻ 6 months. ഇത് ന്യൂസ് പേപ്പറിൽ വന്ന ടൈറ്റിലാണ്.
ഇത് മനസ്സിലാവുന്ന ആളിന് മനസ്സിലാവും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ എയും ഇല്ല, ഓപ്ഷൻ ഡിയും ഇല്ല, ഒന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഈ രീതിയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആൻസറിലോട്ട് വരാം. അപ്പൊ ഒരു ക്വസ്റ്റ്യനും പുതിയതല്ല, ആ ക്വസ്റ്റ്യന്റെ ടോപ്പിക് വൺ ഓർ അതർ വേ നമ്മൾ കണ്ടുപിടിക്കും. അതായത് പ്രിലിംസിൽ 200 മാർക്ക് വേണ്ടെടുത്ത് 90 ആയിരിക്കും ഏകദേശം കട്ട് ഓഫ് വരുന്നത്. 91 ആവാം, ചിലപ്പോൾ 89 ആവാം. അപ്പൊ ഏകദേശം 45% ആണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അനാലിസിസ് ഏകദേശം 60 to 70% വരെ പോകും. മനസ്സിലായില്ലേ? ആ ടോപ്പിക് നമ്മൾ കടന്നു പോവുക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും നമ്മളെ കൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് എക്സാമിന് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇത് മാത്രമല്ല സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 2019 ചോദ്യമാണ്. ഗ്ലോബൽ കോമ്പറ്റീറ്റീവ് റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ ഹൂ? ഓക്കെ, ഇത് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും ആരാണ്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഇത് പുറത്തുവിടുന്നത്. വേൾഡ് എക്കണോമിക് ഫോറം, ഓപ്ഷൻ സി. അപ്പൊ എവിടെ കിട്ടി? 2 മാർക്ക് കിട്ടി. മനസ്സിലായില്ലേ? ശരി ഉത്തരങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മാർക്കൊന്നും പോകത്തില്ല. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് തെറ്റിച്ചാൽ 1/3 പോകും, അതായത് 0.66 മാർക്ക് പോകും. നമുക്കതിന്റെ ആവശ്യമില്ല, ശരിയുള്ളത് മാത്രം ആൻസർ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ശരിയുള്ള 45 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 മാർക്ക് കിട്ടും. 45 നമുക്ക് എക്സാം സ്ട്രാറ്റജിയിൽ കുറച്ചും കൂടെ ചെയ്യാം. ഓക്കെ, അതുപോലെ വേറെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ്? ഹാരപ്പൻ സൈറ്റ് അല്ലാത്ത ഏകദേശം. ഇത് 2019 പ്രിലിംസ് ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് NCERT ബുക്ക്, ഒത്തിരി ബുക്സിനകത്ത് ഇതിനെ പറ്റിയുള്ള മെൻഷൻ ഉണ്ട്, ഹാരപ്പൻ സൈറ്റുകളെ പറ്റിയുള്ള മെൻഷൻ ഉണ്ട്. അപ്പൊ ഹാരപ്പൻ സൈറ്റ്സ് ഏതെന്ന് പറഞ്ഞാൽ ഹാരപ്പൻ സൈറ്റ് അല്ലാത്തത് ഏതാണെന്ന് നമുക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാം. ഓക്കെ, അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസറിലോട്ട് നമുക്ക് വരാൻ പറ്റും. അതുപോലെ വേറൊരു ചോദ്യം വന്നതാണ്, ഇത് 2018 വന്ന ചോദ്യമാണ്. ഓക്കെ, വൺ കോമൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഗാന്ധിസം ആൻഡ് മാർക്സിസം ഈസ്? ഓക്കെ, അത് കൃത്യമായിട്ട് NCERT വായിച്ച ഒരാൾ അറിയാം, അത് ക്ലാസ് സ്ട്രഗിൾ ആണെന്ന് അറിയാം. അത്ര എളുപ്പമാണ്. UPSCയുടെ പരീക്ഷ നമുക്ക് വളരെ എളുപ്പമാണ്. NCERT ട്രിഗേർഡ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഗാന്ധിസത്തിനെ പറ്റിയും മാർക്സിസത്തിനെ പറ്റിയും പല സമയത്ത് NCERT മെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒത്തിരി വരും. ഓക്കെ, അതുപോലെ ഡൽഹി സുൽത്താനെ പറ്റി വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി? ഡൽഹി സുൽത്താനെ പറ്റിയുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് എന്താണ് നമ്മുടെ ഏൻഷ്യന്റ് ടൈം വായിക്കുമ്പോൾ, സോറി നമ്മുടെ മോഡേൺ ടൈമിന്റെ ഏർലിയർ പീരീഡ് വായിക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്ന ഒരു പോർഷനാണ്. ഇത് 6, 7, 8 ക്ലാസ്സിൽ NCERT വായിക്കുന്നവർക്കും 12ാം ക്ലാസ്സിൽ NCERT ബുക്ക് വായിക്കുന്നവർക്കും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ 2020 ചോദിച്ചൊരു ചോദ്യമാണ്, ഇന്ത്യൻ സാം ഡിയർ അല്ലെങ്കിൽ ബാരാസിംഘ. ഈ ബാരാസിംഘ ഉള്ള നാഷണൽ പാർക്ക് ഏതാണ്? ഓക്കെ, അപ്പൊ ഇത് ഒരു പ്രത്യേകത, നമ്മുടെ NCERT ബുക്കിനകത്ത് ഇതിന്റെ ഇൻഫർമേഷൻ ഉണ്ട്. 2020 മെയ്യിലായിരുന്നു പരീക്ഷ. ആ മാർച്ച് മാസം മുഴുവൻ, 2020 മാർച്ച് മാസം, ഒരു മാസം കംപ്ലീറ്റ് ബാരാസിംഘയെ പറ്റിയും കൻഹ നാഷണൽ പാർക്കിനെ പറ്റി ന്യൂസ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ന്യൂസ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് നമ്മൾ കറണ്ട് അഫേഴ്സ് കൊടുക്കുന്നതാണ്. അപ്പൊ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഞാൻ ന്യൂസിന്റെ ഒരു എക്സാമ്പിൾ ഇട്ടുണ്ട്, ഇന്ത്യൻ സാം ഡിയർ. ഓക്കെ, അപ്പൊ ഈ തരത്തില് നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, G20 കൺട്രീസിനെ പറ്റി ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരും, ഐ മീൻ ആർട്ടിക്കിൾസ് വരും. G7 കൺട്രീസിനെ പറ്റി വരും, IBSA പറ്റി വരും. ഓക്കെ, ബ്രിക്സിനെ പറ്റി വരും. ഈ വരുന്ന സമയത്തെല്ലാം നമ്മൾ നോട്ട് തരും. ഈ സമയത്തെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് വരും. ഇതിന്റെ മെമ്പർ കൺട്രീസിനെ മാത്രം ചോദിച്ചിട്ടുണ്ട്. ഈ 20 മെമ്പർ കൺട്രീസിനെ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇത് വരാത്ത കണ്ടുപിടിച്ചെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യും. ഇതൊക്കെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ ചെയ്യേണ്ട ഒരു മെത്തേഡ് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ടൈപ്പിലാണ് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് പോകുന്നത്. മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും വരുന്നത്. നമ്മൾ നോട്ട് കൗസിനെ പറ്റി പഠിക്കുകയാണ്. പുള്ളിയുടെ പോളിസീസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ 150 വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം, അതായത് 1.5 പേജിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് നോട്ട്സ് തരും. നോട്ട്സ് തന്നതിന് മാത്രമാണ് ഈ കോണ്ടന്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചില സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിലുള്ള ഒരു ചോദ്യം ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. സർക്കം പെസിഫിക് സോൺ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നോട്ടിലും നമ്മുടെ ന്യൂസ് പേപ്പറിലും അതുപോലെ നമ്മുടെ ക്ലാസ്സിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ടു മച്ച് ഈസി ടു ആൻസർ ദീസ്. അതുപോലെ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവിനെ പറ്റി 2021 ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന
ഒരു സംഭവമാണ് ഇലാബറേറ്റ് യുവർ ആൻസർ. മനസ്സിലായില്ലേ? ഇത് 250 വേർഡ്സിനാണ്. നമുക്ക് GS 3-ക്കകത്ത് ചോദിച്ചതാണ്. സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ഭാഗമായിട്ട് വരുന്നിടത്ത് ചോദിച്ചതാണ്. സുഖമായിട്ട് ആൻസർ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. കാര്യം ഈ ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ ഒത്തിരി ആർട്ടിക്കിൾസ് ന്യൂസ് പേപ്പറിൽ വരുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് നമ്മൾ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കാറുണ്ട്, നോട്ട്സും കൊടുക്കാറുണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ ചിന്തിക്ക്, ഇത് എളുപ്പമല്ലേ? സിവിൽ സർവീസ് ഒരു ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? പഠിക്കേണ്ട രീതി പഠിച്ചത് ഈസി അല്ലേ? എവിടെയാണ്? അതെ സർ. അതെ, എളുപ്പമാണ്. അപ്പോ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ഥിരമായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ട് ഞാൻ സ്ലൈഡിൽ ഇത് ആഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അക്കാഡമി വേണോ സെൽഫ് സ്റ്റഡി വേണോ? ഓക്കെ, ഞാൻ പറയട്ടെ, വളരെ സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞാൽ അക്കാഡമിയിൽ പഠിച്ചാലും സെൽഫ് സ്റ്റഡി ചെയ്താലും നിങ്ങൾക്ക് സിവിൽ സർവീസ് പാസ്സാവാൻ പറ്റും. ഒറ്റ വ്യത്യാസമുള്ളൂ, നിങ്ങൾക്ക് ഒത്തിരി ടൈം ഉണ്ട്. നിങ്ങൾക്കൊരു 4-5 വർഷം കളഞ്ഞ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് പഠിക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡി ഈസ് ഓക്കെ. നിങ്ങൾക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് സിവിൽ സർവന്റ് ആവണം, ഫോക്കസ്ഡ് സ്റ്റഡി നടത്തണം. എനിക്ക് കളയാൻ സമയമില്ല, വേസ്റ്റ് ടൈം എൻ്റെ കയ്യിലില്ല, എൻ്റെ ഓരോ നിമിഷവും എനിക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് നിങ്ങളുണ്ടെങ്കിൽ യു നീഡ് ടു ബി പാർട്ട് ഓഫ് എൻ അക്കാഡമി. ആ അക്കാഡമി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും നിങ്ങളെ പുറകെ നടന്ന് നിങ്ങൾക്കുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത്, നിങ്ങൾക്കുള്ള പരമാവധി നോട്ട്സ് ബിൽഡ് ചെയ്ത്, പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങളെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്ന ഏതൊരു അക്കാഡമിയിൽ നിങ്ങൾക്ക് അതിന് ഭാഗമാകും. പക്ഷെ സ്റ്റഡി should be consistent. Study should be very consistent. Okay. ന്യൂസ് റീഡിങ് നോർമലി നമ്മുടെ സെഷനിൽ ഉൾപ്പെടുന്നതാണ്. എന്നാലും അടുത്ത ദിവസം സുന്ദർ ഗണേഷ് സാറിന്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ സാറിന്റെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇറ്റ്സ് യുവർ ഓപ്പൺ സെഷൻ. ഓക്കെ, ഇന്ന് ഈ ക്ലാസ് വൈകുന്നേരം ഒരു 9 മണി, ഒരു 10 മണിയോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാസത്തെ നമ്മുടെ ക്ലാസിന്റെ ഷെഡ്യൂൾ കിട്ടും. അതിൽ കൃത്യമായിട്ട് എക്സാം എന്തൊക്കെയാണ്, ക്ലാസ് എന്തൊക്കെയാണ്, ഓഫ് ഡേ എന്തൊക്കെയാണ്, ആ ഓഫ് ഡേയിൽ സ്റ്റഡി ലീവ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. നമ്മുടെ എല്ലാ ടെസ്റ്റും 50 അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് വരുന്ന ടെസ്റ്റ് UPSCയുടെ മാതൃകയിൽ മാത്രമായിരിക്കും തരുന്നത്. പഠിക്കുക. ആദ്യമൊക്കെ നമ്മൾ തരുന്ന ടെസ്റ്റിന്റെ എണ്ണം വീക്കിലി 1 ആണെന്നുണ്ടെങ്കിൽ അത് സ്ലോലി വീക്കിലി 2, 3 അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇംപ്രൂവ് ആകുന്നിടത്തോളം ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു എവറിഡേ പ്രോഗ്രസ് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. എന്നും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കും. ആ ഷെഡ്യൂൾ പ്രകാരം ഉണ്ടായിരിക്കും. ഷെഡ്യൂൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതായത് ക്ലാസ് മാറ്റിയിട്ടില്ല, ചിലപ്പോൾ എന്തെങ്കിലും അധ്യാപകർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചില ക്ലാസിന്റെ ഷെഡ്യൂൾ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ നോട്ട്സ് മറ്റു കാര്യങ്ങൾ ഹാർഡ് കോപ്പീസ് നിങ്ങൾക്ക് ഉള്ളത് ഹാർഡ് കോപ്പീസ് ഇവിടുന്ന് സെൻഡ് ചെയ്യും. കറണ്ട് അഫയേഴ്സ് മറ്റു കാര്യങ്ങൾ സോഫ്റ്റ് കോപ്പി PDF ഉള്ളത് അതത് ദിവസങ്ങളിൽ വായിച്ചിട്ട് അതിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അത് അടുത്ത ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അത് നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളൊരു നിർബന്ധം അക്കാഡമിന്റെ ഭാഗത്തുണ്ട്. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട്, ഇപ്പൊ വായിച്ചിട്ടൊരു കണ്ടന്റ് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു മെന്ററെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെന്റർ അലോക്കേറ്റ് ചെയ്ത് തരും. ഓക്കെ, നിങ്ങളുടെ ഒരു 1 മന്ത് പ്രിപ്പറേഷൻ കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് മെന്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ മെന്ററുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, വായിക്കേണ്ട കണ്ടന്റിനെ പറ്റിയും അതുപോലെ അവരൊരു ഗോൾ തരും, ഇത്ര ദിവസം കൊണ്ട് ഇത്ര വായിച്ചു തീർക്കുക. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് വായിച്ചു തീർത്ത് അവരെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ നിന്നുള്ള പിന്നെ ഔട്ട്പുട്ട് മനസ്സിലാക്കി എടുത്തിട്ട് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓരോരുത്തരായിട്ട് താഴ്ന്നു വരാം. വിവോ ആരെന്ന് എനിക്ക് അറിയില്ല. പേരെന്താണ്? ശിവപ്രിയ, ഷിഫാന, ഷംന, സാദിയ, ആരോ ഒരു സാംസങ്, ഒരു റിയൽമി, അതൊക്കെ ആരാ? രാജലക്ഷ്മി, പ്രണവ്, പൂജ, മേഘ, ജിനി, ഹനാൻ, ഐഷ, അതുല്യ, അശ്വിനി, ആരതി. ഞാൻ അറ്റൻഡൻസ് വിളിക്കുന്നതല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. പറഞ്ഞോ അശ്വിനി.
സാർ ഞാൻ ഇപ്പൊ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 11 മുതലാണ് എക്സാം വെച്ചിട്ടുള്ളത്. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആവാത്ത സാഹചര്യത്തിൽ ടീച്ചേഴ്സ് എപ്പോ വേണമെങ്കിലും ഓൺലൈൻ ക്ലാസ് വെക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താ ചെയ്യണ്ടേ? അതായത് നിങ്ങൾക്ക് ഒരു ദിവസം ഓൺലൈൻ ക്ലാസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അശ്വിന് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അക്കാഡമിക്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അന്നത്തെ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, യു വിൽ ബി എക്സ്ക്യൂസ്ഡ്. പക്ഷേ നമ്മുടെ ക്ലാസിന്റെ ഓൺലൈൻ റെക്കോർഡിംഗ് ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊരു ആപ്പിൽ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പൊ അശ്വിനിക്ക് എപ്പോഴാ സമയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തോ അത് കണ്ടു തീർക്കുക, അതിനുള്ള നോട്ട്സ് എഴുതി തീർക്കുക. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ പ്രോഗ്രാമിലുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ആ പ്രശ്നമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എക്സാം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെ നേരത്തെ കൂട്ടി അറിയിക്കുക. ഓക്കെ, എക്സാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നിങ്ങളുടെ പോർഷൻസ് ഒരു സെക്കൻഡ് പോർഷൻ പോലും മിസ്സാവാതെ നിങ്ങൾക്ക് തരും. മാത്രമല്ല നമ്മുടെ ഈ ബാച്ചിന്റെ കൂടെ തന്നെ വേറെ ബാച്ച് വരുന്ന സമയത്ത് അതിന്റെ ടൈം വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പോർഷൻ, എക്സാമ്പിൾ നിങ്ങൾക്ക് ജോഗ്രഫിയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 10 ദിവസം എക്സാം ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് ആ ജോഗ്രഫിയുടെ പോർഷൻ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി ഉണ്ടാവും. അങ്ങനെ നഷ്ടപ്പെടില്ല. അടുത്ത ബാച്ച് 2 മാസം കഴിയുമ്പോൾ അതിന്റെ ജോഗ്രഫി സെഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? നമ്മുടെ എയിം എന്ന് പറഞ്ഞത് 2025 മെയ്യില് പ്രിലിംസ് പരീക്ഷ എഴുതുമ്പോൾ യു വിൽ ബി ഫുള്ളി എക്വിപ്ഡ്. അപ്പൊ അത് ഓരോ വിദ്യാർത്ഥിയും എന്താണ് പഠിച്ചത്, ഏതൊക്കെ ടോപ്പിക് പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഫുൾ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അതിന് അശ്വിനി പേടിക്കേണ്ട ആവശ്യമില്ല. വേറെന്താ സംശയം? വേറെ സംശയങ്ങളൊന്നുമില്ലേ? സാധാരണ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഏത് ന്യൂസ് പേപ്പർ വായിക്കണം. ആർക്കും സംശയമില്ല? സർ, പുതിയ ബാച്ചുകൾ ഏത് മന്തിലാ സ്റ്റാർട്ട് ചെയ്യുന്നത്? പേരൊന്ന് പറയാമോ? എന്റെ പേര് കേട്ടില്ല. മേഘ. മേഘ. മേഘ ഇപ്പോ നമ്മുടെ ഫെബ്രുവരി ബാച്ചിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. ഓക്കെ, 2025 നമ്മുടെ ആദ്യത്തെ ബാച്ചാണ്. ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഇന്ന് കഴിഞ്ഞു വരുന്ന ക്ലാസ് ഏതൊക്കെയാണെന്നുള്ളത് ഷെഡ്യൂൾസ് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് എന്റെ ഷെഡ്യൂൾ കിട്ടും. ആ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായിട്ട് ക്ലാസ് പോവുകയും ചെയ്യും. ഓക്കെ, കാര്യം സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുക ആസ് വെൽ ആസ് പോസിബിൾ. ദെൻ മാക്സിമം റിവിഷൻ, ക്വസ്റ്റ്യൻ അനാലിസിസ്. ഓക്കെ, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ്, റൈറ്റിംഗ് പ്രാക്ടീസ്, ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിനെല്ലാം വേണ്ടുന്ന സമയം കൃത്യമായിട്ട് നമുക്ക് നന്നായിട്ട് ബ്രീത്ത് എടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ മാർച്ചിൽ ഒരു ബാച്ച് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ ഒരു 45 ഡേയ്സ് കഴിഞ്ഞിട്ട് ഉണ്ടാവും. ഞാൻ പറയുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഒരു മെയ് ആ ഒരു സമയത്തൊക്കെയാണ് കൂടുതൽ കുട്ടികൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അവരുടെ ഒരു പ്രശ്നം ഞാൻ ആൾറെഡി പറഞ്ഞു. കൃത്യമായിട്ട് 4-5 മാസം പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരും. മനസ്സിലായില്ലേ? പിന്നെ റിവിഷനിലോട്ട് പോകണം. അവർക്ക് ഈ ഒരു ക്ലാസ് എടുക്കുന്നതിലുപരി അവർക്ക് കൂടി ഇത് വായിക്കാനും പഠിക്കാനുള്ള സമയം കൂടി വേണം. അപ്പൊ അതാണ് ഈ XMC ബാച്ചുകൾ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു 5 ദിവസം നിങ്ങൾക്ക് ഒന്ന് പനി പിടിച്ചൊന്ന് കിടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ 1% പോലും ഇത് ബാധിക്കില്ല. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനെ കവർ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഓക്കെ സർ. ഓക്കെ, സോ വേറെ സംശയങ്ങൾ തുരിതര വരട്ടെ. നിങ്ങളെപ്പോഴും അധ്യാപകരുടെ സംശയങ്ങൾ ചോദിക്കാം. പറഞ്ഞു ആരാ? ഞാനിപ്പോ ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡന്റാ, മൈക്രോബയോളജി സ്റ്റുഡന്റാ. ഓക്കെ, അപ്പോ ഇപ്പോഴേ തുടങ്ങുന്നത് നല്ല ഇതാണോ, അതോ ഇവരുടെ കൂടെ ഇപ്പൊ 2025 എഴുതുന്നവരുടെ കൂടെയാണല്ലോ പോകുന്നത്, അതോ സെപ്പറേറ്റ് ബാച്ച് ആയിരിക്കും? ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ എക്സാം നടക്കുവാണ് ഇപ്പൊ നിങ്ങൾക്ക്, അല്ലെ? ഫസ്റ്റ് സെം കഴിഞ്ഞു. കേട്ടില്ല? ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞു. ഫസ്റ്റ് സെം അല്ല, നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ എക്സാം ഇപ്പൊ കഴിയത്തില്ലേ? സെക്കൻഡ് സെമ്മിന്റെ എക്സാം കഴിയത്തില്ലേ?
ഇല്ല, സെക്കൻഡ് സെം സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് സെം കഴിഞ്ഞതേ ഉള്ളൂ. സ്റ്റാർട്ട് ആവുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ 2024 എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ ആയിരിക്കും, ശരിയല്ലേ? അതെ. ഓക്കെ. 2025 എന്ന് പറയുന്നത് നിങ്ങളുടെ തേർഡ് ഇയർ ആയിരിക്കും. അതെ. 2026 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും ഈ ബാച്ചിലുണ്ട്. അപ്പൊ അവരെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഫീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതായത് 1 ഇയറിന്റെ ഫീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അഡീഷണൽ ഫീസ് വരത്തില്ല. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന്റെ കൂടെ ജേർണി ഉള്ളത് കൊണ്ട് നിങ്ങളെ കൊണ്ട് ഫസ്റ്റ് ചാൻസിൽ ക്രാക്ക് ചെയ്യിപ്പിക്കുന്നത് ഒഴിച്ച് ബാക്കിയൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ചാൻസ്, അതായത് ഇമ്മീഡിയറ്റ് ഡിഗ്രി കഴിഞ്ഞ് സിവിൽ സർവീസ് എന്താണ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് നോ. ഓക്കെ. അതല്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു എന്താ പറയാ അങ്ങനെ ഒരു എൻജോയ് ചെയ്ത് ഞാൻ പോകുന്നു എന്നുള്ളൊരു ആസ്പെക്ട് ആണെങ്കിൽ അപ്പോൾ ചെയ്യാം. അപ്പൊ പ്രിപ്പറേഷൻ ആണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. സിവിൽ സർവീസ് ഒരു കരിയർ ഓപ്ഷനായിട്ട് കരുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. കാര്യം ഡിഗ്രിയോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങണം. കാര്യം നിങ്ങളുടെ സ്വഭാവ രൂപീകരണം, നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ഓരോ കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതി, ഇതെല്ലാം വ്യത്യാസപ്പെടും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദ മൊമെന്റ് യു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ യു നീഡ് ടു ബി ആക്ട് ലൈക്ക് ആൻ ഓഫീസർ ഓർ തിങ്ക് ലൈക്ക് ആൻ ഓഫീസർ. മറ്റുള്ളവർ ന്യൂസ് പേപ്പർ വായിക്കും, നമ്മളും വായിക്കും. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കാണും. അതെങ്ങനെ കാണേണ്ടെന്ന് നമ്മൾ അധ്യാപകർ പഠിപ്പിച്ചു തരും. ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സ് ഒരു ഇച്ചിരി ടൈം എടുക്കും. സിവിൽ സർവീസ് ഈസിയാണ്, അച്ചീവബിൾ ആണ്, മനസ്സിലായില്ലേ? പക്ഷെ അത് എല്ലാവർക്കും ഈസി ആവത്തില്ല. അത് പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം കിട്ടും. നിങ്ങളുടെ ഒരു എന്താണ് ഫസ്റ്റ് ഇയർ എൻഡിങ് ആണ്, 2024 സെക്കൻഡ് ഇയർ ആണ്, 2025 തേർഡ് ഇയർ, 2026 എക്സാം എഴുതണം. ഓക്കെ. So these are apt. Okay, sir. Thank you. Okay, but choice is yours. Oh, thank you, sir. Okay. പക്ഷേ ഒരു കാര്യം, ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ കാര്യം പറയുമ്പോൾ ഓപ്ഷണൽ സബ്ജക്റ്റ് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യരുത്. ഓപ്ഷണൽ സബ്ജക്റ്റ് നിങ്ങളുടെ തേർഡ് ഇയർ ഡിഗ്രി ഉള്ള സമയത്ത് നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാം. മനസ്സിലായില്ലേ? ഓപ്ഷൻ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം. Okay, sir. ക്ലിയർ അല്ലേ? അതെ. വേറെന്താ സംശയം? ആദിത്യദാസ്. സാറേ, ആന്ത്രോപോളജി എന്താ ഓപ്ഷണല്? എത്ര മണിക്കൂർ വേണം നമ്മൾ പഠിച്ചു തീർക്കാൻ? ഓപ്ഷണൽ എന്ന് പറയുന്നത് ഒരു 140-150 hours ഉണ്ടെങ്കിൽ പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ ആന്ത്രോപോളജിയിൽ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് വെച്ചാല് നല്ല മെന്റേഴ്സ്, നല്ല റീഡിങ് മെറ്റീരിയല് നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല. അതിന് ഡൽഹിയാണ് അതിന്റെ ഒരു റൈറ്റ് പ്ലേസ് ടു ഗെറ്റ്. ഓക്കെ. ആന്ത്രോപോളജി ഓപ്ഷൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് മെറ്റീരിയൽ, നല്ലൊരു മെറ്റീരിയൽ കിട്ടുകയാണ്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ, ക്ലാസ് എടുത്ത ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ് സബ്ജക്ട്. സബ്ജക്ട് ലിമിറ്റഡ് ആണ്, ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ആന്ത്രോപോളജി അല്ലെങ്കിൽ സോഷ്യോളജി രണ്ടും ഏകദേശം റിലേറ്റഡ് ആയിട്ട് വരുന്ന സബ്ജക്ട് അല്ല. അപ്പോ അതിന്റെ റിസോഴ്സസ് എങ്ങനെ അവൈലബിലിറ്റി? ഡെന്റൽ ഡോക്ടേഴ്സ് ആയിട്ടൊക്കെ പുറത്തിറങ്ങുന്ന ആൾക്കാര് അല്ലെങ്കിൽ മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ കൂടുതൽ ആന്ത്രോപോളജി എടുത്ത് കാണാറുണ്ട്. അപ്പൊ ആ സബ്ജക്ട് സോഷ്യോളജി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ ആസ്പെക്റ്റിലുള്ള തിയറിയുടെ ഒരു പോർഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ സോഷ്യോളജിയുടെ സെക്കൻഡ് പേപ്പർ വളരെ ഈസിയാണ്. സോഷ്യോളജി ഫസ്റ്റ് പേപ്പർ കുറച്ച് തിയറി ആസ്പെക്ട് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒത്തിരി രസമായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സോഷ്യോളജി എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്ട്. ബട്ട് അങ്ങനെ ഒരു സബ്ജക്റ്റിനെ നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. ഇപ്പൊ ചിലർക്ക് മാത്തമാറ്റിക്സ് ഭയങ്കര ഈസി ആയിരിക്കും, മറ്റുള്ളവരെ കാണുമ്പോൾ ഇന്റഗ്രലും മറ്റു കാര്യങ്ങളെ കാണുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ മാത്സ് പഠിച്ചെടുക്കുന്നത് എളുപ്പമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയല്ല, നിങ്ങളൊരു ക്വാളിറ്റി സമയം അതിനകത്ത് കളയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടണം. ആന്ത്രോപോളജി എടുത്തത് കൊണ്ട് നിങ്ങളുടെ സബ്ജക്ട്, നിങ്ങളുടെ ഫൈനൽ മാർക്കിൽ മാർക്ക് പറയാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്ട് ഫെമിലിയർ ആയിട്ട് തോന്നുന്നുവെങ്കിൽ, അതായത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് തോന്നുന്നുവെങ്കിൽ, സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എനിക്കിത് പറ്റുന്ന സബ്ജക്റ്റ് ആണ്, ഇത് എന്റേതാണ് എന്നുള്ളൊരു ഫീല് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. പക്ഷെ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു മെൻറ്ററോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കാഡമിയിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ് കിട്ടുന്നൊരു ഉറപ്പോ വേണം. രണ്ട്, ഒരു മെറ്റീരിയൽ കൃത്യമായിട്ട് റീഡിംഗ് മെറ്റീരിയൽ കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം. ഓക്കെ. വേറെന്താ സംശയം? നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ ഓരോന്നിന്റെയും ഓറിയന്റേഷൻസ് തരാം. മലയാളത്തിന്റെ ഓറിയന്റേഷൻ, ഹിസ്റ്ററിയുടെ ഓറിയന്റേഷൻ, ജോഗ്രഫി സബ്ജക്റ്റിന്റെ ഓറിയന്റേഷൻ. ജോഗ്രഫി ഒക്കെ ഒരു 200 മണിക്കൂർ ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. 200 to 220 hours പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. സ്കോറിംഗ് ആണ്.
കാരണം ജോഗ്രഫി പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വേണം. ഇപ്പൊ മലയാളത്തിന്റെ കേസ് ഏറ്റവും കൂടുതൽ പേര് മലയാളം എടുക്കാതെ പോകുന്നതിൽ മലയാളത്തിനകത്ത് ഗ്രാമർ ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു കാര്യം. മലയാളം പദ്യം കാണാതെ പഠിക്കണം. മലയാളത്തിൽ പദ്യവും കാണാതെ പഠിക്കേണ്ട ഗ്രാമറും ഇല്ല. കാര്യം മലയാളം ഞാൻ പഠിച്ച സമയത്ത് 1 ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചതാണ്. അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള AR രാജരാജവർമ്മയുടെ 6 നയങ്ങൾ ഞാനൊരു 12 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ 9 വർഷം ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹൈലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? അതുപോലെ ഒരു പോർഷൻ നോവലാണ് പഠിക്കേണ്ട. നോവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീനുണ്ട്, ഖസാക്കിന്റെ ഇതിഹാസമുണ്ട്, ഹിന്ദുലേഖയുണ്ട്. ഇതിൽ നിന്ന് 3 മാത്രമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു സെഷൻ ഉണ്ട്. അത് ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമ്മൾ ഇച്ചിരിയുള്ള ബുക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. ഖസാക്കും ഇത്രയേ ഉള്ളൂ, ചെമ്മീനും ഇത്രയേ ഉള്ളൂ, ഹിന്ദുലേഖ ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് പരിധിയുണ്ട്. അപ്പൊ നമ്മളൊരു 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഹൈലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ കാണും. അപ്പൊ അതുപോലെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. മുതല സോഷ്യോളജിയിൽ തിങ്കേഴ്സിന്റെ ഭാഗം കാർൽ മാർക്സിനെ പറ്റി പഠിക്കേണ്ട, വെബറെ പറ്റി പഠിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് അയാൾ അത്രേ ഉള്ളൂ. അയാള് എന്താണ് ആൾറെഡി ജനിച്ച് മരിച്ചു പോയ ഒരാളാണ്. അയാളെ സിദ്ധാന്തങ്ങൾക്കുള്ള അടിസ്ഥാനങ്ങളൊക്കെ എന്താണ് 3 അല്ലെങ്കിൽ 4 പേപ്പർ പഠിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അതൊന്നും വളരുന്നില്ല. അത് പോയി പഠിച്ചൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക. ഇപ്പൊ ഇതിന്റെ എല്ലാം തന്നെ എന്താണ് ഓപ്പൺ ക്ലാസ്സുകൾ തരും. അതെങ്ങനെയാണ് സബ്ജക്ട്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, അതിന്റെ അധ്യാപകർ വന്ന് പറഞ്ഞു തരും. അപ്പൊ ആന്ത്രപ്പോളജിയുടെ ഒക്കെ അധ്യാപകരെ പരിചയപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പരിചയപ്പെടുത്താം. അപ്പൊ അവരുടെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞോ. ഹിസ്റ്ററിയുടെ ഓപ്ഷണൽ ആയിട്ട് എടുക്കുമ്പോഴേ ഹിസ്റ്ററി ഭയങ്കര വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് പറയുന്നുണ്ട്. ഹിസ്റ്ററി വലിയ സിലബസ് ആണ്, ഒത്തിരി വലിയ സിലബസ് ആണ്. ഒരു 8-10 പേജ് വരും. പക്ഷെ പഠിക്കാൻ അത്രയില്ല കേട്ടോ. നമ്മുടെ സിലബസിന്റെ വലിപ്പം നോക്കണ്ട, പഠിക്കാൻ അത്രയില്ല. 180 അവേഴ്സേ ഉള്ളൂ. ഈസി ആയിട്ട് സയന്റിഫിക് ആയിട്ട് പഠിച്ചു തീരുകയാണെന്നുണ്ടെങ്കിൽ 180 അവേഴ്സിൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു പോസിറ്റീവ്നെസ് കണ്ടെച്ചാൽ ഹിസ്റ്ററി എന്നുള്ള സബ്ജക്ട് വളരൂല. മനസ്സിലായില്ലേ? അതൊരു പോസിറ്റീവ് സൈഡാണ്. ഇപ്പൊ മലയാളം ലിറ്ററേച്ചറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ എഴുത്തുകാരുടെ ആധുനിക കഥകളെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത 1-2 ഉണ്ട്. പക്ഷെ ഹിസ്റ്ററിയെ പറ്റി അതുകൂടിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്ലസ് ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്ലസ് നെഗറ്റീവ് ഉണ്ട്. അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രം നോക്കിയാൽ. പിന്നെ ഇതെല്ലാം നമ്മുടെ മെന്റേഴ്സിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം എന്താണ് നമ്മുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത മെയിൻസ് ഒക്കെ പലതവണ എഴുതിയിട്ടുള്ള അധ്യാപകർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് സംസാരിച്ച ശേഷം അവരുടെ എക്സ്പീരിയൻസ് കൂടി കണക്കിലെടുത്തുകൊണ്ട് സബ്ജക്ട് ചൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയുള്ള ഇന്ററാക്റ്റീവ് സെഷൻസ് ഒരുക്കി തരും. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇല്ലേ, അതും എങ്ങനെയാ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതെങ്ങനെയാണോ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറ്റി പേഴ്സണലായിട്ട് പറയണമെങ്കിൽ 2015 വരെ ഏറ്റവും കൂടുതൽ പേര് സർവീസിൽ എത്തിക്കൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. 2028 വുഡ്രോ വിൽസൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് 1928 തെറ്റിപ്പോട്ടോ, സോറി, 1928 വുഡ്രോ വിൽസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു പേപ്പർ അവതരിപ്പിച്ചപ്പോഴാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വന്നത്. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ 100 വർഷം പോലും ആയില്ല ആ സബ്ജക്ട് ഡെവലപ്പ് ചെയ്തിട്ട്. പിന്നെ ഈ 1928 ആ ഒരു സമയത്ത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ശാഖയായി തുടങ്ങിയതാണെങ്കിലും ഇതിന് ഡെവലപ്മെന്റ് വന്നത് 1970 ശേഷമാണ് 2024 വരെയുള്ള ഡെവലപ്മെന്റ്സിനകത്തുള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റിന് മൊത്തം ഒരു 50 കൊല്ലത്തൊരു പഴക്കേ ഉള്ളൂ. അതുകൊണ്ട് ഹാൻഡി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് പേപ്പർ തിയറിയാണ്, സെക്കൻഡ് പേപ്പർ കുറച്ച് പ്രാക്ടിക്കൽ ആണ്. കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതിന് ശരിക്കും സിവിൽ സർവീസിലുള്ള IPS ട്രെയിനിങ് എങ്ങനെയാണ്, IAS ട്രെയിനിങ് എങ്ങനെയാണ്, അങ്ങനെ തന്നെ ഒരു പേപ്പർ പഠിക്കാറുണ്ട്. പിന്നെ സോഷ്യോളജിക്കാർ പഠിക്കുന്ന തിങ്കേഴ്സിനെ എല്ലാം നമ്മളും പഠിക്കണം. മിക്കി വെല്ലി പോലുള്ള കുറച്ച് തിങ്കേഴ്സിനെ പറ്റി പഠിക്കണം. പക്ഷെ നമുക്ക് രസകരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നല്ല സബ്ജക്റ്റാണ്. ഏകദേശം ഒരു അറൌണ്ട് ഒരു 180-200 അവേഴ്സിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്ട്. മെറ്റീരിയൽ കിട്ടും. താങ്ക് യു. ഓക്കെ. സാർ, കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഫെബ്രുവരി തൊട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിലുള്ള കറണ്ട് അഫയേഴ്സ് കവർ ചെയ്താൽ മതിയാകുമോ? നോർമലി സിവിൽ സർവീസില് ചോദ്യങ്ങളെ ബാക്ക് ട്രാക്ക് ചെയ്ത് ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ റെലവൻസ് അനുസരിച്ചാണ് അതിന്റെ ഒരു ബാക്ക് ട്രാക്കിംഗ് വരുന്നത്. നോർമലി ഒരു 1 to 2 ഇയർ ആണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒരു 1 ഇയർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഒരു 2 ഇയർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ 16 മാസം ഉണ്ടാവും. 16 മാസം 2 വർഷം 24, ഏകദേശം ഒരു 1.5 വർഷത്തെ ഏകദേശം ഒരു 1.5 വർഷം ഉള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. എന്നാൽ ചില സമയം
2016 നടന്ന ഒരു കാര്യമൊക്കെ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണും. അത് 2016 നടന്നുകൊണ്ടല്ല, ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം നടന്നു എന്ന് വെച്ചോ, അപ്പൊ അതിന്റെ ഒരു കിക്ക് ഓഫ് തുടങ്ങിയത് 2016 മനസ്സിലായി. അങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് കാര്യങ്ങളൊന്ന് കാണണം. അത് നമ്മൾ കൊടുക്കുന്ന നോട്ട്സിലും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു ട്രാക്കിംഗ് ഉണ്ടാവും. അപ്പൊ അത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആസ്പിരന്റ് കൃത്യമായിട്ട് അത് കിട്ടുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ, അഗ്നി 5 പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഒരു ആർട്ടിക്കിൾ വന്നു. അപ്പൊ അഗ്നി 5 ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ് മുതൽ നമ്മുടെ ജസ്റ്റ് ഒരു വായന ഉണ്ടാവും. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 1 to 2 ഇയർ മാത്രം പഠിച്ചാൽ മതി. സാറിന്റെ സൗണ്ട് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് കേൾക്കുന്നത്. എന്റെ കുഴപ്പമാണോ? കാരണം അടുത്ത ചെവിന്റെ അവിടെ വരെ കൊണ്ടുവെക്കേണ്ടി വരുന്നുണ്ട് എനിക്ക് കേൾക്കാനായിട്ട്. എന്റെ കുഴപ്പമാണോ എന്നൊന്ന് കൺഫേം ചെയ്യാനായിട്ടായിരുന്നു. അത് നേരത്തെ പറയാത്ത സൗണ്ട് എല്ലാവർക്കും കുറവായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ മേഘ, യു വിൽ ഗെറ്റ് ദ റെക്കോർഡിംഗ്. ഓക്കെ സാർ. റെക്കോർഡിംഗ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലി വിളിക്കാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. ആർക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ ഞാൻ ഒരു നമ്പർ കൂടി മെൻഷൻ ചെയ്യാം, 949565. ഈ 2 നമ്പർ ഒന്ന് സേവ് ചെയ്യുക കേട്ടോ. ഇത് സ്റ്റെപ്പ് IASന്റെ ഒഫീഷ്യൽ നമ്പറാണ്. ഓക്കെ, പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും ഒന്നുകൂടി പറയാം. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സത്യേന്ദ്രനാഥ് ടാഗോർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. സത്യേന്ദ്രനാഥ് ടാഗോർ ആരാണെന്ന് അറിയാലോ അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ സിവിൽ സർവന്റ് ആണ് സത്യേന്ദ്രനാഥ് ടാഗോർ. 1863 അദ്ദേഹം ലണ്ടനിൽ പോയി പരീക്ഷ എഴുതി സിവിൽ സർവീസിൽ വന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം, ഇന്ത്യയിൽ ആദ്യത്തെ സിവിൽ സർവന്റ് കഴിഞ്ഞു, കേരളത്തിൽ ആദ്യത്തെയും കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജില്ലയിൽ ആദ്യം കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിലെ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ ഒരു സിവിൽ സർവന്റ് മുമ്പ് ഉണ്ടായെന്ന് വരത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സത്യേന്ദ്രനാഥ് ടാഗോറിനെ പോലെ തന്നെ ആ ഒരു സ്ഥലത്തെ സത്യേന്ദ്രനാഥ് ടാഗോർ ആവാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടി നിങ്ങളെ മുന്നോട്ട് വെക്കുന്നു. അപ്പൊ ഈ നമ്പർ രണ്ടും സേവ് ചെയ്യുക കേട്ടോ, 9495651500. and if need you can contact on this number. ഓക്കെ, റെക്കോർഡിംഗ് കിട്ടും കേട്ടോ. അപ്പൊ കൂടുതൽ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. Anyone else? നോ സർ, നോ സർ. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ വരുന്ന സെഷനുകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം. അടുത്ത ദിവസം സുന്ദർ ഗണേഷ് സാറിന്റെ ക്ലാസ് ഉണ്ട്. സാറിന്റെ ക്ലാസ് കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ എങ്ങനെയാണ് വായിക്കേണ്ടത് പറഞ്ഞു തരും. അതുപോലെ എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, NCERT എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് പോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പൊ ജോയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവര് കൃത്യമായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമുക്കൊന്നും നോക്കണ്ട, ഫുൾ സിംഗിൾ പ്രിപ്പറേഷൻ കൊണ്ടുപോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഓൾ സക്സസ്, ഹാപ്പി ലേണിംഗ്, ബൈ ബൈ. താങ്ക് യു സർ. Thank you, sir. Good night. Thank you, sir.